നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമയെ ഇത്ര പേടിക്കുന്നത് എന്തിനാണ്? ഒറ്റ സിനിമ കൊണ്ടാണ് മലയാളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നടന്മാർ മോഹൻലാലും പൃഥ്വിരാജിന് IS ബന്ധം ഉണ്ട് എന്നുവരെയായി ആരോപണം. അദ്ദേഹം രാജ്യവിരുദ്ധനാണ് എന്നും ആരോപണം ഉയരുന്നു. മോഹൻലാൽ വഞ്ചകനാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ട് പരാതി നൽകുന്നു. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിലടക്കം പൃഥ്വിരാജ് രാജ്യദ്രോഹിയാണെന്ന് അദ്ദേഹത്തിന്റെ നിലപാടുകൾ രാജ്യദ്രോഹ നിലപാടുകളാണ് എന്നൊക്കെ പറയുന്നു. ഒരു നടനെ എത്രയോ കാലമായി മലയാള സിനിമയിൽ ഉള്ള നടനെ, ഒരു കാലത്ത് മോഹൻലാലിന്റെ ഹിന്ദുത്വ ശക്തികൾക്കൊക്കെ പൊതുവെ സ്വീകാര്യനായിരുന്ന ഒരാൾ കൂടിയാണ്. ഒരു അധിക സ്വീകാര്യത അദ്ദേഹത്തിന് ആ ഇടയ്ക്ക് ആ വിഭാഗത്തിനിടയിൽ ഉണ്ടായിരുന്നതാനും അദ്ദേഹത്തെ അടക്കമാണ് ഇപ്പോൾ ഒറ്റ സിനിമ കൊണ്ട് അവരെല്ലാവരും രാജ്യദ്രോഹികളും IS ബന്ധമൊക്കെ ആരോപിക്കുന്നത്. ഇനി സിനിമയിലൊക്കെ പറയുന്ന രീതിയിലാണെങ്കിൽ ED റെയ്ഡ് കൂടി മാത്രമേ വരാനുള്ളൂ. ഈ തരത്തിലേക്ക് എന്തിനാണ് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയെ ഭയക്കുന്നത്? അത് ഗുജറാത്തിലെ നരോദ പാട്ടിയ കൂട്ടക്കൊലയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എത്രയോ സിനിമകളിൽ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിന് മുസ്ലിം തീവ്രവാദത്തിനെതിരെ അല്ലെങ്കിൽ തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന എത്രയോ സിനിമകൾ, വില്ലന്മാരായി എത്രയോ സിനിമകൾ മുസ്ലിങ്ങൾ വന്നിരിക്കുന്നു. മുസ്ലിം തീവ്രവാദത്തിനെതിരെ അതേ മോഹൻലാൽ തന്നെ അഭിനയിച്ച ബാബ കല്യാണി പോലുള്ള സിനിമ, പൃഥ്വിരാജ് നായകനായ അൻവർ പോലെയുള്ള സിനിമ, ആ സിനിമകളിലൊക്കെ ഈ മുസ്ലിം തീവ്രവാദത്തിനെതിരായ ശക്തമായ നിലപാടുകൾ പറയുകയും അത്തരം വിഷയങ്ങളൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്തപ്പോഴൊന്നും ആർക്കും ഒരു പ്രയാസവും ഉണ്ടായില്ല. ഇപ്പോൾ മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു പ്രത്യേക തീവ്രവാദം കാണിക്കുമ്പോൾ മാത്രം എന്തിനാണ്, അതും പ്രത്യേകിച്ച് RSS പോലെ ഒരു സംഘടനയൊക്കെ ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു, ഏത് തരത്തിലേക്കൊക്കെ ചിന്തിക്കുന്നു എന്തുകൂടി കാണേണ്ടി വരും. ഇപ്പോൾ 17 വെട്ട് ഇന്നലെ വരെ കണ്ട സിനിമയെ പൂർണ്ണ അർത്ഥത്തിൽ അടുത്ത ദിവസം മുതൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയാത്ത ഒരവസ്ഥ കൂടി ഉണ്ടാകുന്നു. നിർമ്മാതാക്കൾ അത്തരം സമ്മർദ്ദത്തിലേക്കൊക്കെ ചെന്ന് പെടുക കൂടിയാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എമ്പുരാനെ ഇത്ര പേടിക്കുന്നത് എന്തിന്? കൃഷ്ണനാണ് വടകരയിൽ നിന്നും. എമ്പുരാൻ സിനിമയ്ക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ, ഈ പൃഥ്വിരാജിന് IS ബന്ധമുണ്ട് എന്നൊക്കെ വരെ പറഞ്ഞ് പരാതി നൽകുന്ന ഒരവസ്ഥ, മോഹൻലാലിനെ വഞ്ചകൻ എന്നൊക്കെ വിളിക്കുന്ന ഒരവസ്ഥ, ഒറ്റ സിനിമ കൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ മലയാളത്തിലെ രണ്ട് മഹാൻ നടന്മാരെ മാറ്റുകയും ആ സിനിമയെ തന്നെ ഇപ്പോൾ 17 ഭാഗങ്ങളോളം വെട്ടിമാറ്റാൻ നിർമ്മാതാക്കൾ നിർബന്ധിതരാകുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ. ഇത്തരമൊരു പ്രവണത ശരിയാണോ? സാർ നമസ്കാരം. നമസ്കാരം. സത്യത്തിൽ ഇത് കേരള സ്റ്റോറിയൊക്കെ വന്നപ്പോ ഇതിലും വലിയ കോലാഹലം ഉണ്ടായിരുന്നല്ലോ അന്ന്. അപ്പൊ സാർ എവിടെയായിരുന്നു? കേരള സ്റ്റോറി വന്നപ്പോൾ കേരള സ്റ്റോറിയുടെ ഏതെങ്കിലും ഭാഗം വെട്ടിമാറ്റുകയോ എല്ലാം ചെയ്തോ? കേരളത്തെക്കുറിച്ച് തികച്ചും വാസ്തവവിരുദ്ധമായ ഒരു നറേറ്റീവ് ഉണ്ടാക്കി അത് ബോധപൂർവം പ്രകടിപ്പിച്ച സിനിമയായിട്ട് പോലും ആ സിനിമയ്ക്കെതിരെ ഏതെങ്കിലും വെട്ടിമാറ്റലോ അല്ലെങ്കിൽ ഇത്തരം പ്രകടനങ്ങളോ ഉണ്ടായോ? സിനിമയ്ക്ക് എതിർത്ത് ആർക്കും വേണമെങ്കിലും പറയാം, പക്ഷേ ഈ രാജ്യദ്രോഹിയാണെന്നും IS ബന്ധമുണ്ടെങ്കിൽ ഈ പറയുന്നതിൽ അല്പമെങ്കിലും ന്യായമുണ്ട് എന്നല്ലേ? അല്ല, ഒരു സിനിമാ നിർമ്മാതാവിന്, ഗോകുലം ഗോപാലിനെ പോലെ സിനിമാ നിർമ്മാതാവിനെ സംബന്ധിച്ച് ഈ തരത്തിലേക്കൊക്കെ ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് വ്യവസായിയും അങ്ങനെ ഒരു പരസ്യമായ നിലപാടൊക്കെ സ്വീകരിക്കാൻ തയ്യാറാവുമോ? വ്യവസായി ആയാലും രാജ്യ താല്പര്യം കുറച്ചുകൂടി കണക്കാക്കണം. സിനിമയ്ക്കകത്ത് എന്താണ് രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ളത്? ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ സാർ വെട്ടിമാറ്റുന്നത്? ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ നാട്ടിൽ ബഹിഷ്കരിച്ചാലൊന്നും ഒന്നും സംഭവിക്കില്ല. ഗോകുലം ഗോപാലിന് പേടി വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ. ഇന്നലെ വരെ മോഹൻലാൽ വലിയ പ്രിയപ്പെട്ട ആളായിരുന്നല്ലോ. ഇന്ന് പൊടുന്നനെ എങ്ങനെയാണ് ഈ വഞ്ചകനാകുന്നത്? മോഹൻലാൽ വഞ്ചകനാണ്, പൃഥ്വിരാജ് ഭീകരനാണെന്നുള്ള എനിക്ക് അനുകൂലമൊന്നുമില്ല. പക്ഷെ ഗോകുലം ഗോപാലിനെ പോലത്തെ ഒരു മുതലാളി ഏതോ ഒരു താല്പര്യം വെച്ച് എന്തൊക്കെയോ വെട്ടിമാറ്റാൻ അദ്ദേഹം ആകേണ്ടി വന്നത്. ശ്രീ ബാലകൃഷ്ണൻ, സിനിമ ഉണ്ടാക്കിയത് ഗോകുലം ഗോപാലനല്ല, പൃഥ്വിരാജാണ്. സിനിമയിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയം നമുക്കറിയാലോ. പൃഥ്വിരാജിന്റെ രാഷ്ട്രീയത്തിന് എന്താണ് കുഴപ്പം? അത് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അത് ഐഷാ സുൽത്താനെല്ലാം വെച്ച് കളിച്ച് നമ്മൾ കണ്ടതല്ലേ സാർ? അതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. അത് മറ്റൊന്ന്, ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കണ്ട. പൃഥ്വിരാജിന്റെ രാഷ്ട്രീയത്തെ പറ്റി പക്ഷെ പൃഥ്വിരാജ് കടുത്ത സംഘപരിവാർ വിരോധിയാ. അല്ല, അതേ സംഘപരിവാർ വിരോധികൾക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? അങ്ങനെയൊന്നും അല്ലല്ലോ. സംഘപരിവാർ പറഞ്ഞതുകൊണ്ടാണ്. ഏത് പാർട്ടിയാലും കൊള്ളരുതായ്മകൾ കാണിച്ചാൽ കൊള്ളരുതായ്മകളാണെന്ന് പറയണ്ടേ ആളുകൾ? കൊള്ളരുതായ്മ ഈ സിനിമയിൽ ഉള്ളത് കൊണ്ടാണ് 17 ഭാഗങ്ങൾ കെട്ടുമാറ്റിയത്. സിനിമയിൽ കൊള്ളരുതായ്മ ഉള്ളതുകൊണ്ടൊന്നും അല്ല മാറ്റിയത്. അത് ഏത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ലേ? അതൊക്കെ
സാർ സംഘപരിവാറിനെ ഭയന്നിട്ടാണോ ഇത് കട്ട് ചെയ്ത് മാറ്റിയത്? ഇതൊക്കെ ഏത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ലേ ബാലകൃഷ്ണൻ? ഒരു വ്യവസായിയെ സാർ, സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത് വെറുതെ ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. 17 ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയത് സംഘപരിവാർ പ്രസ്ഥാനത്തിനെ ഭയപ്പെട്ടിട്ടാണോ? തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ, സംശയം എന്താ? ആവണമല്ലോ. അപ്പൊ അതെന്തിനാണ് അങ്ങനെ ആളുകളെ ഭയപ്പെടുത്തിയാണോ നിങ്ങൾ ജീവിക്കേണ്ടത്? നാട്ടിൽ ആശയം പറഞ്ഞല്ലേ അത് ന്യായമുള്ളത് കൊണ്ടാ. അതിലെന്ത് ന്യായം? എന്ത് ന്യായമാണ് താങ്കൾ പറയുന്നത്? കട്ട് ചെയ്ത് മാറ്റേണ്ട യാതൊരു സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കണ്ടേണ്ട യാതൊരു ശരി, നിങ്ങൾ സെൻസർ ബോർഡൊന്നും കണ്ടിട്ട് സെൻസർ ബോർഡൊന്നും കട്ട് ചെയ്ത് മാറ്റാൻ പറഞ്ഞിരുന്നില്ല. ഇന്ത്യ രാജ്യത്ത് ഒരു നിയമമുണ്ട്, ജനാധിപത്യ രാജ്യ. ജനാധിപത്യ രീതിയിൽ കോടതി പോകണം അവർക്ക് ഇതിന് എതിർപ്പുണ്ടെങ്കിൽ. അല്ലാതെ കട്ട് ചെയ്ത് മാറ്റിയ സംഘപരിവാരം ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് തട്ടായ കാരണമുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. ഇന്നലെ വരെ ഇല്ലാതെ ഇന്ന് IS ബന്ധമൊക്കെ ആരോപിച്ച് IS ബന്ധം ഞാൻ പറഞ്ഞില്ല. പൃഥ്വിരാജ് അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാണ്. ശരി, പൃഥ്വിരാജിന് അങ്ങനെ പൃഥ്വിരാജല്ല, ബാലകൃഷ്ണൻ സുൽത്താന കൊറോണ എന്ന് പറഞ്ഞപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് പൃഥ്വിരാജ്. ശ്രീ ബാലകൃഷ്ണന് രാഷ്ട്രീയം വെക്കുന്നത് പോലെ തന്നെ പൃഥ്വിരാജിനും അവകാശമുണ്ട് ഈ നാട്ടിൽ. അവകാശം വെച്ചോട്ടെ, അതിനെന്താ? അതുകൂടി ചേർന്നാണ് ഈ നാട് എന്ന് താങ്കൾ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടെങ്കിൽ അതിന് തക്കമായ ന്യായവും അനീതിയും അതിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനീതിയൊന്നുമില്ല, ഞാനും സിനിമ കണ്ടാൽ. അനീതി ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അനീതി ഉണ്ട്. ശരി, ഓക്കെ, ബാലകൃഷ്ണൻ അങ്ങനെ വിശ്വസിച്ചോളൂ, അനീതി ഉണ്ട് എന്ന് വിശ്വസിച്ചോളൂ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, ഈ ഒറ്റ ദിവസം കൊണ്ട് മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ വഞ്ചകനും രാജ്യദ്രോഹിയും IS ബന്ധമുള്ള ആളാണെന്നൊക്കെ പറയുന്ന ഒരവസ്ഥ, ഇത് കേരളത്തിന് തന്നെ നാണക്കേടല്ലേ? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. അതിനെന്താ വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ കിരൺ ഒരു കലയാണെങ്കിലും ഒരു 99% ബിസിനസ്സാണ്. അതെ അതെ. ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ ഈ മനുഷ്യർക്ക് കഴിയുന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ കിരൺ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ SN സ്വാമിയുടെ ബാബ കല്യാണി, അതൊരു കമ്മ്യൂണിറ്റിനെ ഒന്ന് സ്പർശിച്ചു പോകുന്ന ഒരു സിനിമയാണ്. അങ്ങനെ എത്രയോ സിനിമകൾ നമുക്ക് ഉദാഹരണം എടുക്കാനെങ്കിൽ മുസ്ലിം ഇല്ല, ഇതേ പിന്നെ പൃഥ്വിരാജൻ അഭിനയിച്ചതാണ് അൻവർ സിനിമ. അൻവർ സിനിമയിൽ മുസ്ലിം തീവ്രവാദത്തെ കുറിച്ച് അതിശക്തമായി പറയുന്നില്ലേ? മുസ്ലിം തീവ്രവാദികളെ അവിടെ ചെന്ന് അൻവറിന് ഒരു നായകനായിരിക്കുന്ന പൃഥ്വിരാജ് പോയി അവരെ നശിപ്പിക്കുന്നതൊക്കെ കാണിക്കുന്നല്ലേ? ഇതൊക്കെ സ്വാഭാവികമായിട്ട് സിനിമയിൽ ഉണ്ടാവുന്നല്ലേ? അതെ അതെ. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ബാബ കല്യാണി അത് ബിസിനസ്, അതിങ്ങനെ സ്പർശിച്ചു പോയെന്ന് പറഞ്ഞപ്പോ അതിന് മറികടക്കാൻ വേണ്ടി വേറൊരു അലിവായി ഇപ്പുറത്ത് സ്പർശിക്കാൻ വേണ്ടി വേറൊന്ന് ഓർന്നു. ഇത് ബിസിനസ്സാണ്. ഇതിന് എതിർക്കുന്നവരൊന്നും അറിയുന്നില്ല. കാരണം ഇവർ പിന്നെ സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമസ്ത മേഖലയിലും രാഷ്ട്രീയ ആഭിമുഖ്യം ഇല്ലാത്ത ഏതെങ്കിലും മേഖല ഉണ്ടോ? ഇല്ല. സിനിമാക്കാർക്കുണ്ട്, പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊരു വിവാദം ഉണ്ടാക്കലും കൂടെ ഉണ്ട്. വിവാദം ഉണ്ടാക്കപ്പോ ആരോ പറഞ്ഞ പോലെ ഒരുപാട് കല്ലൊരാളെ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലെല്ലാം കൂട്ടി അയാൾ ഒരു കൊട്ടാരം പണിയുന്നൊരു ചൊല്ലുണ്ട്. എന്നുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞ പടം കാണാത്തവർ പോലും ആ പടം വിവാദമായപ്പോ കണ്ടിട്ടുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പറഞ്ഞ പടം ഉണ്ടായല്ലോ. അതെ, അത് തന്നെ മുരളി ഗോപി എന്ന് പറഞ്ഞാൽ ഞാൻ ആ പടം കാണാത്ത ആള്, ഞാൻ ആ വിവാദം കണ്ടപ്പോ ആ പടം കണ്ടുപോയി. കാരണം വിവാദം ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യാതെ, കച്ചവടം ഒരു വിവാദമാണ്. അത് ഈ മനുഷ്യർക്ക് മനസ്സിലാവില്ലെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യം. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മലയാളത്തിലെ വലിയ നടന്മാരൊക്കെ ഒറ്റ ദിവസം കൊണ്ട് രാജ്യദ്രോഹികളും IS ബന്ധമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. എന്നാലും അങ്ങനെയൊക്കെ പറയാൻ ഒരു ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. നമസ്കാരം കിരണേ. നമസ്കാരം. ഒരു കേരള സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ. അതെ, അതിന് ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. പറയട്ടെ, അല്ല ഒന്നും കട്ട് ചെയ്ത് മാറ്റില്ലല്ലോ. വിജയ് അഭിനയിച്ച ഒരു പടം ഉണ്ടായിരുന്നു. എന്ത് ചെയ്ത് വിജയ്? ഇല്ലെങ്കിൽ ആ നിർമ്മാതാക്കളെ പ്രധാനമന്ത്രിക്കെതിരെയും നോട്ട് നിരോധനത്തെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നല്ലോ. അത് റെയ്ഡൊക്കെ അദ്ദേഹം നേരിടേണ്ടി വന്നു. റെയ്ഡല്ലേ അല്ല, ഒന്നും ചെയ്തില്ലല്ലോ. എന്ന് പറയുന്ന പോലെ ഈ പൃഥ്വിരാജിനെയും മോഹൻലാലിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കണം. കാരണം പൃഥ്വിരാജ് ഇപ്പം രാജ്യദ്രോഹിയായിരിക്കുക. മോഹൻലാലും അതേ രീതിയിൽ. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു സിനിമയുടെ പേരിൽ ഒറ്റയടിക്കാണ് മലയാളത്തിലെ 2 മഹാനടന്മാർ വഞ്ചകന്മാരും രാജ്യദ്രോഹികളും അല്ലെങ്കിൽ IS ബന്ധമൊക്കെ ഉള്ള മനുഷ്യരായി മാറുന്നത്? അയ്യോ, കഷ്ടമല്ലാണ്ടെന്ന് പറയാം. ഞാൻ ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ച് അനുഭവങ്ങളുള്ള ഒരാളായതുകൊണ്ട് പറയാമോ. അതായത് ഇതൊക്കെ വർഷങ്ങൾ ഇത് ചെയ്തിട്ടാണ് ഈ പടം വന്നിരിക്കുന്നത്. അതേപോലെ മാസങ്ങളോളം വന്നിട്ട് എത്ര എഫേർട്ട് എടുത്തിട്ട്, എത്ര ആൾക്കാർ എഫേർട്ട് എടുത്തിട്ടാണ് ഈ സാധനം ഈ പറയും. എത്ര ആൾക്കാരാണ് എൻ്റെ പിറകിൽ, എത്ര ജീവിതങ്ങളാണ് എൻ്റെ. കേരളത്തിൽ ഒന്നും ക്ലച്ച് പിടിക്കാൻ സമ്മതിക്കില്ല. ഈ പറയുന്നതിൽ ഒരർത്ഥമില്ല. ഈ വേൾഡ് വൈഡ് റിലീസാണ് ഈ സാധനം. ഇത് മറ്റു ഭാഗങ്ങളിൽ ഇത്തരം കമന്റ്സുകളൊന്നും വന്നിട്ടില്ല. ഇവിടെ
ശ്രീ ശ്യാമാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ശ്യാം, ഇത്തരമൊരു ആരോപണം ഉയർത്തിയിരിക്കുന്നത് ഇന്ന് ഓർഗനൈസർ, അത് RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ലേഖനത്തിലടക്കം അതിനിശ്ചിതമായ വിമർശനമാണ് പൃഥ്വിരാജിനെതിരെയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ രാജ്യദ്രോഹ നിലപാടുകളാണ് എന്നതുവരെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സമകാലിക സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? പക്ഷെ ഒരു കാര്യം നോക്കുമ്പോൾ ഇതുവരെ RSS അല്ലെങ്കിൽ സംഘപരിവാർ അധിക്ഷേപിച്ചുള്ള നിറയെ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഷാഗയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട്. അതിനെതിരായിട്ട് ഇത്തരം എങ്ങനത്തെ രീതിയിലുള്ള ആക്രമണങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊരു യഥാർത്ഥ സംഭവത്തെ, അല്ലെ ഗുജറാത്ത് കലാപമുള്ള യഥാർത്ഥ സംഭവത്തിന്റെ ഒരു വേർഷൻ കാണിക്കും, മറ്റൊരു വേർഷൻ അവർ ഹൈഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഒരു കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് ഒരു വേർഷനാണ് കാണിക്കുന്നത്. ആ കലാപം എങ്ങനെ ഉണ്ടായതിന്റെ കാര്യത്തിലൊക്കെ അതെന്തിനാണ് ശ്രീ ശ്യാം അവിടെ നരേന്ദ്ര പാട്ടിയ സംഭവമാണ് കാണിക്കുന്നത്? നരേന്ദ്ര പാട്ടിയൽ എന്താണ് ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. ആ ട്രെയിൻ കത്തിയതും കത്തിച്ചത് ആരാണ് എന്നുള്ളതിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അത്തരം തർക്കങ്ങളൊക്കെ ഉണ്ട്. ഇത് ചരിത്ര സിനിമയൊന്നുമല്ല ശ്രീ ശ്യാം. ഒരു മിനിറ്റ്, ഈ സിനിമയിൽ കാണിക്കുന്ന ട്രെയിൻ തനിയെ കത്തിയതാണ് കാണിക്കുന്നത്, അങ്ങനെയാണോ? അതിനകത്ത് എവിടെ പറയുന്നത് നരോദ പാട്ടിയാണ് മറ്റേത് ഗോദ്രയാണെന്ന് എവിടെ പറയുന്നു? തുടങ്ങുമ്പോൾ ട്രെയിൻ കത്തുന്നതേ കാണിക്കുന്നുള്ളൂ. ട്രെയിൻ കത്തിച്ചതാണ്. അല്ല, ട്രെയിൻ കത്തി എരിഞ്ഞതാണ്. ശ്രീ ശ്യാം, ട്രെയിൻ ആരാണ് കത്തിച്ചത് എന്നതൊക്കെ സംബന്ധിച്ച് ശ്രീ ശ്യാം, ട്രെയിൻ ആരാണ്? പ്രായമുള്ള ഒരു കുഞ്ഞുൾപ്പെടെ കത്തി എരിഞ്ഞതാണ്. അതിനുശേഷമാണ് കലാപം ഉണ്ടായത്. കലാപത്തെ കുറിച്ച് പറഞ്ഞോളൂ. അതെന്തിനാണ് പറയുന്നത്? സിനിമയിലേക്കകത്ത് ഒരു ഭാഗം എടുക്കുന്നത് ആ ചരിത്ര സിനിമയൊന്നുമല്ല. ഇത് കാര്യം പറയാൻ ഇന്ന സംഭവം ഉണ്ടായി. അതിനകത്ത് ഗുജറാത്ത് കലാപം ഞാൻ ഗുജറാത്ത് കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? നരേന്ദ്ര പാട്ടിയിൽ നൂറുകണക്കിന് വരുന്ന മുസ്ലിം സഹോദരന്മാരെ കൂട്ടിയിട്ട് കത്തിക്കുകയും അവരെ ജീവനോടെ കത്തിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്തതല്ലേ? ആ സംഭവം ആണെന്ന് എന്ന് തന്നെ കരുതിക്കോളൂ. അത് എടുത്തുകൂടെ? അങ്ങനെയാണോ എടുക്കുന്നത്? അതിനു മുമ്പ് എത്രയോ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? കലാപത്തെ കുറിച്ചല്ല സിനിമ കാണിക്കുന്നത് ശ്രീ ശ്യാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏത് കലാകാരനും ഏത് ഭാഗം എടുക്കണം, ആരാണ് കൂടുതൽ കുറ്റവാളി? സംഘപരിവാറിനെ അധിക്ഷേപിച്ചുകൊണ്ട് നിറയെ സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സംഘപരിവാറിനെ കളിയാക്കിക്കൊണ്ട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിരൂക്ഷമായ രീതിയിൽ അധിക്ഷേപിച്ചുള്ള സിനിമകൾ കുറവാണ്. ആരെങ്കിലും പ്രശ്നം രേഖപ്പെടുത്തണം? ഇല്ല. അതിനൊക്കെ ഇനിമയായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് BJPയുടെ RSS. എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ പൃഥ്വിരാജ് ഒറ്റ ദിവസം കൊണ്ട് ശ്രീ ശ്യാം അങ്ങനെ ഹിന്ദുക്കളെ ചുട്ടരിച്ചു വന്നു, മുസ്ലിങ്ങളെ ചുട്ടരിച്ചു വന്നതല്ല ഈ കലാപത്തിന്. ഞാൻ സിനിമ കണ്ടതാണ് ശ്യാം, ഞാൻ ഈ സിനിമ കണ്ടതാണ്. ഞാൻ സിനിമ കണ്ടതുമാണ്. ഈ നരേന്ദ്ര പാട്ടിയ കേസിനെ കുറിച്ചും എല്ലാം കൃത്യമായി പഠിച്ചതുമാണ്. ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൂട്ടക്കൊലപാതകം ചെയ്തിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതെ, അതിനെന്താണ് കുഴപ്പം? ചെയ്തിട്ടില്ല അങ്ങനെ. നടന്നിട്ടില്ല. അതിന് മുമ്പ് ശ്യാം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ നരേന്ദ്ര പാട്ടിയ സംഭവം ഉണ്ടായിട്ടില്ലേ? അവിടെ അങ്ങനെ കൂട്ടക്കൊല ചെയ്തിട്ടില്ലേ? ആ കൂട്ടക്കൊല കേസ് സുപ്രീം കോടതി വരെ പോയതല്ലേ? ഒരു ഇൻസിഡന്റ് അതെന്തിനാ ഇൻസിഡന്റ്? ഒരു കാർ ഇടിക്കുന്ന കാണിക്കണമെങ്കിൽ കാർ എടുക്കുന്നത് പോലെ കാണിക്കണം. ഒരാൾ അടിച്ചാൽ താങ്കൾ തിരിച്ചടിക്കില്ലേ? ശ്രീ ശ്യാം, അടിച്ചൊരു തിരിച്ചടി ഒന്നുമല്ല. ഇത് ആസൂത്രിതമായ കൊലപാതകമായിരുന്നു. ഇതെല്ലാം ആസൂത്രിതമായിരുന്നു. അതെല്ലാം കൃത്യമായി എത്രയോ കമ്മീഷനുകൾ. ശരി ശ്യാമെ, അങ്ങനെ ഒരു പക്ഷം മാത്രം പറയരുത്. താങ്കൾ പറയുന്നത് തെറ്റായി. അതെന്തിനു കാണിക്കണം? ഇങ്ങനത്തെ ഒരു സംസാരം പുള്ളിയുടെ ആവശ്യമില്ലായിരുന്നു. അത് എന്തിനു കാണിക്കണം? അയാൾ തീരുമാനിക്കുന്നത് സംവിധാനമല്ലേ തീരുമാനിക്കുന്നത് എന്ത് കാണിക്കണമെന്ന്? അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇപ്പൊ സംവിധായകൻ മാറ്റാൻ തീരുമാനിച്ചു? അത് ഏത് മനുഷ്യർക്കും അറിയാവുന്ന കാര്യമല്ലേ? കോടികളുടെ ബിസിനസ്. ശ്രീ ശ്യാം, കോടി സംഘപരിവാർ വലിയ ശക്തിയാണോ? ശ്യാം, ഞാനൊന്ന് പറയട്ടെ. ഞാൻ അങ്ങോട്ടൊന്ന് പറയട്ടെ. ആ സിനിമയിൽ തന്നെ കാണിക്കുന്നത് ഇതൊരു വ്യവസായമാണ്. സിനിമ കലയ്ക്കെന്ന അപ്പുറത്തേക്ക് വ്യവസായമാണ്. ആ സിനിമയിൽ തന്നെ വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. ശ്യാം ഒന്ന് പറയുന്ന ഞാൻ ഈ പറയുന്ന അങ്ങോട്ട് കേൾക്കൂ. ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം അധികാരികളെ വെറുപ്പിച്ചുകൊണ്ട് ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിയില്ല. നിർമ്മാതാക്കൾ അത്തരത്തിലേക്കുള്ള നിർബന്ധങ്ങൾ എല്ലാ കാലത്തും എടുക്കാറുണ്ട്. ആ നിർമ്മാതാക്കൾക്ക് എന്താകും നാളെ ഉണ്ടാവുക എന്ന് സിനിമയ്ക്കകത്ത് തന്നെ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നാളെ ED റെയ്ഡ് ആയിരിക്കും വരുന്നത്. മുമ്പ് മുരളി ഗോപി തന്നെ എഴുതിയ ലെഫ്റ്റ് റൈറ്റ് സിനിമ ഉണ്ടല്ലോ, അതിനെന്തെങ്കിലും ആ സിനിമയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രദർശനം നടത്തിക്കാതിരിക്കാൻ വേണ്ടി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയ കാര്യങ്ങൾ താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. ശ്രീ ശ്യാം, ഞാൻ കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ആവർത്തിക്കുന്നത് ഒന്നും ശരിയല്ല. രണ്ട്, ഇതേ മുരളി ഞാൻ പറയട്ടെ, ഇതേ മുരളി ഗോപി തന്നെയാണ് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ എഴുതിയ ഇതേ മുരളി ഗോപി തന്നെയാണ് ഇതും എഴുതിയിരിക്കുന്നത്. ഇന്നലെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന മോഹൻലാൽ, അദ്ദേഹം ഇന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വഞ്ചകനായി.
പൃഥ്വിരാജിനെ പോലെ IS ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? അതൊക്കെ തെറ്റാണ്. അതൊക്കെ ഏതെങ്കിലും ഒരുത്തം പറയുന്നത്. ഏതെങ്കിലും ഒരുത്തരല്ലല്ലോ പറഞ്ഞേക്കുന്നത്. ഞാൻ BJPയുടെ സംഘപരിവാറിന്റെ ഭാഗം പറയാൻ വേണ്ടി വിളിച്ചതല്ല. ഞാൻ ഹിന്ദുവായിട്ട് താങ്കളോട് സംസാരിക്കുന്നത്. ഇത് ഹിന്ദുക്കളുടെ വിഷയമൊന്നുമല്ല ശ്യാം. ഹിന്ദുക്കൾക്ക് യാതൊരു വിഷയമില്ല ഇതിനകത്ത്. സംഘപരിവാറുകളുടെ വിഷയമാണ്. സംഘപരിവാർ ഹിന്ദുവായിട്ട് എന്താണ് ബന്ധം? മ്യൂട്ട് ചെയ്തിട്ട് അത് ഹൈഡ് ചെയ്തിട്ട് മറ്റൊരു ഭാഗം മാത്രം കാണിക്കുമ്പോൾ ഹിന്ദുക്കൾ പ്രശ്നമുണ്ട് ഇവിടെ. ഒരു സംഘപരിവാർ 5 നേതാക്കന്മാർ പറഞ്ഞതിന്റെ പേരിലാണ് നിർമ്മാതാക്കൾ തിരുത്തിയതാണ്. അല്ല, തെറ്റാണ്. ശരി ശ്യാം. എന്തായാലും ഈ ഹിന്ദുക്കളും സംഘപരിവാറുമായി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഹിന്ദുക്കളുടെ വികാരമൊന്നും സംഘപരിവാറിന് ആരും തിരഞ്ഞെടുത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഹിന്ദുക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായ രാഷ്ട്രീയധാരയിലുള്ള നിൽക്കുന്നവരൊക്കെ ഹിന്ദുക്കളൊക്കെ തന്നെയാണ്. അവർക്കാർക്കും സംഘപരിവാർ മാത്രമൊന്നുമല്ല ഹിന്ദുക്കളുടെ പാർട്ടി. ഒരുപാട് പാർട്ടിയിൽ നിൽക്കുന്നവരും എല്ലാം ഹിന്ദുക്കളുടെ എല്ലാ പാർട്ടിയിലും ഉള്ളത് കൂടിയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിജയനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയൻ, കേരളത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ 2 പ്രധാനപ്പെട്ട നടന്മാർ വഞ്ചകനും രാജ്യദ്രോഹിയും IS ബന്ധം ഉള്ളവരും ഒക്കെ ആയി മാറുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്തേ. നമസ്തേ. ഇത് മുരളി ഗോപിയും പൃഥ്വിരാജും രാജ്യത്തിന് രാജ്യവിരുദ്ധ പരിപാടികളുമായി ചെയ്തതെന്നായി എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്താണ് ശ്രീ വിജയൻ രാജ്യവിരുദ്ധം? ആദ്യം അയോധ്യയിൽ പോയിട്ട് വന്ന ട്രെയിൻ കത്തിച്ചതും അതിനകത്ത് 54 ഹിന്ദുക്കളെ കൊന്നതും ഇതുമെല്ലാം എല്ലാവർക്കും അറിയാം. അതിനുശേഷം പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അവിടെ. അത് കഴിഞ്ഞ് ലഹള ഉണ്ടാകുമോ, പ്രശ്നങ്ങൾ ഉണ്ടാകും. വിജയൻ, ഇതൊന്നും പൊടുന്നതിന് ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായതിന്റെ പിന്നാലെ ഉണ്ടായതൊന്നുമല്ല. ഇതെല്ലാം ആസൂത്രിതമായി വളരെ കൃത്യമായി തന്നെ നടന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം, ഗുജറാത്തിലെ കലാപമെല്ലാം, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളും ഒരുപാട് കമ്മീഷനും ഒക്കെ വന്നിട്ടുള്ളതാണ്. ശ്രീ ഇതേ അവിടത്തെ കലാപത്തിൽ ഇതേ ബാബു ബജരംഗിയുടെ ഇന്റർവ്യൂ തെഹൽക്ക അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്തതെന്നും എന്തെല്ലാമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഇനി വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പോയിട്ട് വന്നവരെയും BJPക്കാരും RSSകാരും തന്നെ അതൊന്നും ശ്രീ വിജയൻ, അത് കത്തിച്ച ആരാണെന്നുള്ളതൊക്കെ അതൊക്കെ ഇപ്പോഴും അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ശ്രീ വിജയൻ. അല്ല, അതിനകത്ത് പ്രധാന പാർട്ടി ഇത് വന്നപ്പോൾ അതും കൂടെ കൊണ്ടുവരാൻ അതെന്തിനാണ് ശ്രീ വിജയൻ? ഓരോ കഥയ്ക്കും വേണ്ട പാർട്ടല്ലേ അദ്ദേഹം എടുക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കഥയ്ക്കകത്ത് എടുക്കണം പറയാൻ പറ്റുമോ? ആ 2 പേര് പറഞ്ഞില്ലേ, ഒരു സംവിധായകനും ഒരു എഴുത്തുകാരനും, 2 പേരുടെയും പേര് പറഞ്ഞില്ലേ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്താ പൃഥ്വിരാജാണ് പ്രശ്നം? മുരളി ഗോപിയാണ് പ്രശ്നം. മുരളി ഗോപിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ മുദ്ര ഏതാണെന്ന് അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ മുൻ സിനിമകളിലെ നിലപാടെന്താണെന്ന് അറിയാമല്ലോ. സംവിധായകൻ പൃഥ്വിരാജിനും ഉണ്ട്. നമ്മൾ എത്രയോ കാലം കൊണ്ട് കാണുന്നതാ സാറേ. പൃഥ്വിരാജൻ എന്തുണ്ട്? താങ്കൾ ആദ്യം പറഞ്ഞത് രാജ്യദ്രോഹം എന്തോന്നൊക്കെ, രാജ്യവിരുദ്ധം എന്നൊക്കെ പറഞ്ഞത്. പൃഥ്വിരാജ് എങ്ങനെയാണ് രാജ്യവിരുദ്ധനാവുന്നത്? ഇത്രയും കൂടുതൽ പുരോഗമനവും ഇതും കാണിച്ച് ജനങ്ങളെ എന്തിനാ തമ്മിൽ തല്ലിക്കാനായിട്ട്? ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന ആരാണ്? പൃഥ്വിരാജ് അല്ല തമ്മിൽ തല്ലിക്കുന്നത്. പിന്നെ ആരാ ജനങ്ങളെ കൂട്ടക്കുരുതി ഗുജറാത്തിൽ ചെയ്ത ആരാണെന്ന് താങ്കൾക്ക് അറിയില്ലേ? നാളിവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. ആ പ്രശ്നങ്ങൾ കഴിഞ്ഞു. ആദ്യം അവർക്കൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഈ എന്താ ഇവിടെ ഹമാസ് ശരി ശ്രീ, താങ്കൾ ഹമാസിലോട്ടൊക്കെ പോയിക്കോളൂ. നമുക്ക് തൽക്കാലം ഇന്ത്യയിലും എമ്പുരാനിലും ഒക്കെ നിൽക്കാം. ശ്രീ ദിനേശാണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ ദിനേശ്, കേരളത്തിൽ ആണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് കൂടി തലകുനിക്കേണ്ടി വരും. നമസ്കാരം സാർ. നമസ്കാരം സാർ. ആദ്യമായിട്ട് ഒരു മലയാളി എന്ന് പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. ഇപ്പൊ സത്യത്തില് ഞാൻ വിദേശത്ത് 10-22 കൊല്ലം നിന്നിട്ടുള്ള ആളാണ്. അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അറേബ്യൻ കൺട്രീസിൽ 3 രാജ്യത്ത് പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഇതുള്ള വർഗീയത ഹിന്ദു മുസ്ലിം എന്നൊന്നുമില്ല. ഞാൻ ശരിക്കും ഹിന്ദു ആണ്. പക്ഷെ അവിടെ ഒരു വിവേചനം കാണിക്കില്ല. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടില് ഇപ്പൊ ഗോഡ്സ് ഓൺ കൺട്രി പോയിട്ട് ഡോഗ്സ് ഓൺ കൺട്രി ആയി എന്ന് എനിക്ക് തോന്നുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത വർഗീയതയും ഇതുണ്ടാക്കിയിട്ട് ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാല്, പിന്നെ പൃഥ്വിരാജ്, യേശുദാസ് ഒക്കെ നമ്മുടെ സ്വകാര്യ അഹങ്കാരാണ്. അവള് നമ്മൾ ദൈവത്തിനെ പോലെ കാണുന്ന ആൾക്കാരാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് അവരെങ്ങനെ തീവ്രവാദികളാവുന്നുള്ള അറിയാത്തത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, കേരളം പോലെ ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു സിനിമയുടെ പേരിൽ, സിനിമയിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നു, അതിൻ്റെ പേരിൽ ഒറ്റയടിക്ക് പൃഥ്വിരാജ് രാജ്യദ്രോഹിയും അല്ലെങ്കിൽ IS ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തമാശ തോന്നാം. പക്ഷേ ഇത്രയും ഗൗരവമുള്ള ആരോപണങ്ങളൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെയാണ് ഉന്നയിക്കുന്നത്. മോഹൻലാലിനെ വഞ്ചകൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആദ്യം തന്നെ കിരണ്, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. കിരൺ ഇപ്പൊ പറഞ്ഞ കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ കേരളം എന്തോ ഒരു പ്രശ്നം കേരളത്തിന് പറ്റിയിട്ടുണ്ട് എന്നാണ്
അതിൽ നിന്ന് സൂചന വരുന്നത്. അങ്ങനെയല്ല ശ്രീ ദീപു അത് ദീപു ചില കാര്യങ്ങളിൽ ദീപുവിന്റെ ഒരു രാഷ്ട്രീയ രീതിയൊക്കെ കൊണ്ട് മനസ്സിലാക്കുന്നതല്ല പ്രശ്നം. ഇല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് കേരളത്തിന് ഇങ്ങനെ ഒന്നും സംഭവിക്കരുതാത്ത ഒരു സംസ്ഥാനമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് ഗൗരവം കൂടുന്നുണ്ട്. ഇത് ഗുജറാത്തിലോ രാജസ്ഥാനിലോ ഒക്കെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായാൽ നമുക്ക് അതിനകത്ത് അത്ഭുതം തോന്നില്ല. പക്ഷെ കേരളത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത്ഭുതം തോന്നും. അതെ, ശരി. കിരൺ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു, അതിനകത്താണ് കേരളത്തെ കുറിച്ച് പറഞ്ഞത്. ഞാൻ പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ കിരൺ അടക്കമുള്ളവർ ചർച്ച ചെയ്യാനും ഞാൻ അടക്കമുള്ളവർ മറ്റ് ആൾക്കാരും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു വേദി ഇവിടെ ഇല്ലേ? ഇവിടെ കറുത്തതിനെ കുറിച്ചിട്ട് ഇവിടെ ചീഫ് സെക്രട്ടറി പറഞ്ഞു, കേരളം കറുത്തതിനെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കേരളത്തിൽ അതിനെ എതിർത്ത് പറയാനുള്ള ആൾക്കാരുണ്ടായില്ലേ? അതല്ലേ കേരളത്തിന്റെ മഹിമ. ഇവിടെ ഒരു വിഷയം സംഭവിക്കുമ്പോൾ ആ വിഷയത്തിനെതിരെ അതിന്റെ അനാലിസിസ് ചെയ്ത് നിലപാട് വ്യക്തമാക്കി കേരളം അഭിപ്രായം പറയുന്നുണ്ടല്ലോ. മറ്റെവിടെയാണ് ഈ അഭിപ്രായം? അപ്പൊ കേരളത്തിന്റേതായ നിലപാടുകൾ ഉറച്ചു തന്നെ പറയാം. അത് ഏതെങ്കിലും സംഖ്യകൾ വന്ന് പിത്തലാട്ടം കാണിച്ചാൽ ഇവിടെ മാറുന്നതൊന്നും അല്ല. ശ്രീ ദീപു, കേരളം മോശമാണ് എന്നുള്ള തരത്തിലല്ല ഞാൻ പറഞ്ഞത്. കേരളം പോലെ സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് നമുക്കും കൂടി നാണക്കേടാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ആ നാണക്കേടിനെ മാറ്റുന്നതാണ് നമ്മുടെ നിലപാട് പറച്ചില്. എങ്ങനെ കേരളത്തെ ഡീറെയിൽ ചെയ്യാൻ നോക്കുമ്പോൾ കേരളത്തെ വീണ്ടും റെയിലിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാടെടുക്കാൻ ഇവിടെ ജനങ്ങളുണ്ടെന്ന്, ഇവിടുത്തെ നാട്ടുകാരുണ്ട്. അത് ഈ ഏതെങ്കിലും സംഖ്യകൾ ഇവിടെ വന്ന് പിത്തലാട്ടം കാണിച്ചു മാറിപ്പോകുന്നത് ഇതൊന്നുമല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സ്ഥലമാണ് ഇവിടെ. എന്ത് നേടി? ഇവിടെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഈ സിനിമയിൽ നിങ്ങളൊക്കെ പറയുന്നത് അനുസരിച്ച് ഇതിനകത്ത് ഈ സംഖ്യകൾ ഉണ്ടാക്കുന്ന പ്രശ്നം അനുസരിച്ച് ഗുജറാത്തിൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇവർ പേടിക്കുന്നതെന്ന്? ഇവർ പേടിക്കുന്നതിന്റെ കാരണം ഇവർ ചരിത്രത്തെ മാറ്റാൻ നോക്കുമ്പോൾ വീണ്ടും ചരിത്രം അതിനെ മാറ്റാൻ അതിന്റെ മേളിലിട്ട കോൺക്രീറ്റ് മുഴുവൻ മാറ്റി പുറത്തേക്ക് തള്ളി വരുന്നു. ആ തള്ളിവരൽ ഇവരെ പേടിപ്പിക്കുന്നു. ആ പേടിപ്പിക്കലാണ് ഈ സംഖ്യകൾ ഇവിടെ വന്ന് അഴിഞ്ഞാടുന്നത്. ഈ അഭിപ്രായം പറഞ്ഞ് നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദുക്കൾ, ഞാൻ സംഘിയല്ല, ഞാൻ BJP അല്ല എന്നൊക്കെ പറഞ്ഞു വരുന്നവര് പറയാണ് ഞാൻ ഹിന്ദുക്കൾക്ക്. ഇവരാരെ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പറയാം? അവർക്ക് അഭിപ്രായം പറയണ്ടെന്നല്ല. ഹിന്ദുക്കളുടെ മൊത്തം അവകാശം ഈ സംഘികൾക്ക് ആർക്കെങ്കിലും കൊടുത്തോ? സംഘി എന്ന് പറഞ്ഞിട്ട് തന്നെ അഭിപ്രായം പറയുന്നേ. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? എന്തിനാണ് ഈ സംഘികൾ ഇവിടെ വന്ന് അഴിഞ്ഞാടുമ്പം ഈ സംഘികളാണ് എന്ന് പറയാൻ പേടിക്കുന്നത്? ഞാൻ സംഘിയല്ല, ഞാൻ പണ്ട് CPM കാരനായിരുന്നു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയിൽ CPM-നെതിരായിട്ടും അല്ലെങ്കിൽ ഈ ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ഈ സിനിമയിൽ വിമർശിക്കുന്നുണ്ട്. പക്ഷെ അവരെ കളിയാക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ പറയുന്നില്ലല്ലോ. ഇല്ല, അതൊന്നും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പൊ ഈ ലെഫ്റ്റ് മുരളി ഗോപിയെ എടുത്തു എന്ന് പറഞ്ഞു. നേരത്തെ ഒരാൾ ശ്യാം എന്ന് പറഞ്ഞ ഒരാൾ വന്ന് പറയുന്നു അതിനെതിരെ CPM ഇവിടെ ഈ സിനിമ ഓടിക്കാതിരിക്കാൻ നോക്കി. ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പറയാമോ? നിങ്ങൾ മാധ്യമങ്ങളെല്ലാം ലെൻസ് വെച്ച് നോക്കുന്നതാണല്ലോ ഇടതുപക്ഷത്തിന്റെ കാര്യങ്ങൾ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വാർത്ത നിങ്ങൾക്ക് പുറത്തു ശ്രീ അജിത്താണ് കൊല്ലത്തുനിന്ന്. ശ്രീ അജിത്ത്, താങ്കൾക്ക് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഞാൻ ആദ്യത്തെ ദിവസം രാവിലെ 6 മണിക്ക് തന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ്. ഈ ആൾക്കാര് ഇതിപ്പോ CID മൂസയ്ക്കത് ജഗതിയുടെ ഒരു ക്യാരക്ടർ പറയുന്ന ഡയലോഗാണ്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞ് കുറച്ച് BJP-യോ യുവമോർച്ച ഏതോ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആരൊക്കെയോ ചുമ്മാ പൊലമ്പാട്ടം പറയുകയാണ്. എന്തിനാണ് അവർ ഈ ആകാശത്തൂടെ പോകുന്ന പറവയെ ഏണി വെച്ച് പിടിച്ചിട്ട് ആ പറവ എന്റെ കൈ കൊത്തി എന്ന് പറയുന്ന പോലെ ചുമ്മാ കിടന്ന് അലയ്ക്കുവാണ് 4 പേര് അറിയാനെ കൊണ്ട്. ഒരുപാട് വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. എമ്പുരാൻ കള്ളം പ്രചരിപ്പിച്ച് അതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഇൻസ്റ്റഗ്രാം മണ്ടൂത്തി എന്ന് പറഞ്ഞ് പേര് പറയാൻ തന്നെ പേടിയുള്ള ഏതോ ആളാണ് അതെന്ന് കണക്ക് കൂട്ടുന്നത്. ശ്രീ ജോസഫ് KM പറയുന്നു, എന്നാ പോയി കിരൺ കേസ് കൊടുക്കുക എന്ന് പറയുന്നു. ശ്രീ ജോസഫ്, എനിക്ക് കേസ് കൊടുക്കൽ മാധ്യമപ്രവർത്തകരുടെ ജോലി അതല്ല. ഞങ്ങൾ ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരിക. പൊതുജനങ്ങൾ അത്തരം ചർച്ചകളിലൊക്കെ എന്ത് തീരുമാനമെടുക്കണം എന്നൊക്കെ പൊതുജനങ്ങളാണ് തീരുമാനിക്കുക. അത്തരം വിഷയം തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം എടുത്തത്. ജോസഫ് സ്ഥിരമായി ഇങ്ങനെ അഭിപ്രായം പറയുന്ന ആളാണ് എന്നതുകൂടി അറിയാം. അനിൽ CK, ഈ സിനിമ എന്ത് മെസ്സേജാണ് തന്നതെന്ന് ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം. ഇനി 17 ഭാഗം കട്ട് ചെയ്തിട്ട് ഒന്നും കാര്യമില്ല. അറിയേണ്ടതെല്ലാം ഇന്ത്യയിലെ ജനങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നു. അറിയേണ്ടതെല്ലാം ഇന്ത്യയിലെ ജനങ്ങളെല്ലാം അറിഞ്ഞു എന്ന് ഇത്രയും കടത്തി പറയണോ? സിനിമ 2 ദിവസമായാൽ എത്ര ആളുകളെ അത് കണ്ടിട്ടുള്ളൂ. കലയുടെ മറവിൽ എന്തുമാകാമെന്ന് വിചാരിക്കരുത്. ലീക്കായി ഓടിക്കൊണ്ടിരുന്നതിൽ എല്ലാ ഭാഗവും ഉണ്ടല്ലോ. ജയകുമാർ പറയുന്നു. എന്തായാലും ഈ ലീക്കായി സിനിമ കാണിക്കുന്നത് ഏത് സിനിമ എടുത്താലും ചെയ്യുന്നത് മഹാദ്രോഹമാണ്. അതൊരു ക്രിമിനൽ പ്രവൃത്തി കൂടിയാണ്. തീവ്രവാദം ഒളിപ്പിച്ച് കടത്തരുത്, അത് ആരായാലും എന്ന് ഗോപകുമാർ പറയുന്നു. അതെങ്ങനെയാണ്? ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ തീവ്രവാദം ഒളിപ്പിച്ച് കടത്തുന്നതായി സിനിമ കണ്ട ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല
തീവ്രവാദത്തിനെതിരായ അതിശക്തമായ നിലപാട് പറയുന്ന ഒരു സിനിമ കൂടിയാണ് ഇത്. സിനിമയുടെ കഥ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിശക്തമായ രീതിയിൽ തീവ്രവാദത്തിനെതിരായ നിലപാട് ഈ സിനിമയിൽ പറയുന്നുണ്ട്. ശ്രീജിത്താണ് അമേരിക്കയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീജിത്ത് ക്ഷമിക്കണം, ലണ്ടനിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീജിത്ത്, താങ്കൾ ഈ സിനിമ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു, സിനിമ കണ്ടിരുന്നു. അവിടെ എത്തൊക്കെ UK തിയേറ്ററുകളിലൊക്കെ ഉണ്ടോ ഇത് ഒരുപാട്? UK തിയേറ്ററുകളുണ്ട്. പിന്നെ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഏകദേശം സീറ്റ് ഫുള്ളായിരുന്നു. പിന്നെ ഷോകൾ വളരെ കുറവായിരുന്നു ആദ്യത്തെ കുറച്ച് ഫസ്റ്റ് ദിവസം. പിന്നെ സിനിമ റിലീസായതിനു ശേഷം ഷോകളുടെ എണ്ണം കൂട്ടി. അത്യാവശ്യം നല്ല ബുക്കിംഗ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. ശരി, ഓക്കെ, താങ്കൾ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ഈ സിനിമയെ പറ്റി പറയുന്നത്, സിനിമ കണ്ടു. സിനിമ ടെക്നിക്കലി അതിന്റെ ക്വാളിറ്റി പലയിടത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമയുടെ സിനിമ ഉണ്ടാക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവാണ് ഇപ്പോൾ കേരളത്തിൽ മൊത്തം സംസാര വിഷയമായിരിക്കുന്നത്. കാരണം വെച്ചാൽ ആ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ഏകപക്ഷീയമായ ഒരു മുസ്ലിം വേട്ട, അതിൽ നിന്ന് പിന്നെ അതിന്റെ ഔട്ട്പുട്ടായി വരുന്ന ഒരു യുവാവ്, ആ യുവാവ് അവസാനം പ്രതികാരം ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ നമ്മളെ പൊതുവെ സിനിമയുടെ ഒരു കഥാതന്ത്വം അങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഒരു ഇഷ്യൂ, ആ ഇഷ്യൂവിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ ജീവിതത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ കഥയുടേതായിട്ട് പറയുന്നത് ശരിയല്ല, പറയണ്ട. ഓക്കെ, അപ്പൊ അതാണ് കഥ. അപ്പൊ അതൊരു ഏകപക്ഷീയമായ ഒരു മുസ്ലിം. ശ്രീത്ത്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. കേരളത്തിലെ എത്രയോ സിനിമ ഈ മറിച്ച് മുസ്ലിങ്ങൾ വില്ലന്മാരുടെ സ്ഥാനത്തും ഹിന്ദുക്കൾ നായകന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന സിനിമകൾ എത്രയോ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഇറങ്ങിയ സിനിമകളും മലയാളത്തിൽ ഇറങ്ങിയ സിനിമകൾ തൊട്ട് ഹോളിവുഡിൽ ഇറങ്ങിയ സിനിമകൾ വരെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ വില്ലന്മാരായി അവതരിപ്പിക്കുന്നത് പലപ്പോഴും മുസ്ലിങ്ങളെയാണ്. അത് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം തീവ്രവാദി അല്ലെങ്കിൽ തീവ്രവാദികളുടെ വില്ലന്റെ എല്ലാം പേര് എല്ലാ കാലത്തും മുസ്ലിമിനെ വരും. കമ്മ്യൂണിറ്റി അല്ല. പക്ഷേ ഞാൻ കാര്യം ചോട്ടെ, ഇതിൽ സംഭവിച്ചത് ഞാൻ പറയട്ടെ, ഇതിൽ സംഭവിച്ചത് പിന്നെ ഇതിന്റെ നറേറ്റീവ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ കലാപത്തിലൂടെ. ബാബ കല്യാണി കണ്ടിരുന്നു? ഞാൻ ബാബ കല്യാണി കണ്ടിരുന്നു. അൻവർ കണ്ടിരുന്നു? അൻവർ കണ്ടിരുന്നു. അൻവറും ബാബ കല്യാണിയും പൃഥ്വിരാജ് ഒന്ന് മോഹൻലാൽ ഒന്ന് പൃഥ്വിരാജ് അഭിനയിച്ച സിനിമയാണല്ലോ ഈ രണ്ട് സിനിമകൾ. അഭിനയിച്ചോ എന്നുള്ളതല്ല, ഈ രണ്ട് സിനിമകളിലും എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞു, ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന സംഭവത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്ര. അല്ല, ആ വിഷയം പറയരുതോ? അങ്ങനെ പറയാൻ ഒരാൾക്ക് അവകാശമില്ലേ? അങ്ങനെ പറയാൻ അവകാശമുണ്ട്, അതിനെ എതിർക്കാൻ അവകാശമുണ്ട്. എതിർക്കുന്നത് ഇങ്ങനെയാണോ? ഇതാണ് എതിർപ്പിന്റെ രീതി. ഇതാണോ? പൃഥ്വിരാജിന് IS ബന്ധമുണ്ടെന്ന് പറയുന്നത്, മോഹൻലാൽ വഞ്ചകനാണെന്ന് പറയുന്നതും, രാജ്യദ്രോഹിയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നതാണ് എതിർപ്പിന്റെ രീതി. തീർച്ചയായിട്ടും ആണല്ലോ. അതെങ്ങനെയാണ് രീതിയാവുന്നത്? എങ്ങനെയാണ് രാജ്യദ്രോഹിയാവുന്നത്? ഇവിടെ കലാപത്തെ കുറിച്ച് പറഞ്ഞാൽ രാജ്യദ്രോഹിയാവുന്നത് എങ്ങനെയാണ്? സിനിമയിൽ പ്രതിപാദിക്കുമ്പോ ആ ചരിത്രത്തിനോട് നീതി, ആ ചരിത്രത്തോടൊക്കെ കൃത്യമായി അതിനകത്ത് കാണിക്കുന്ന നരോദ പാർട്ടിയാണെങ്കിൽ നരോദ പാർട്ടിയോട് കൃത്യമായി നീതി പുലർത്തുന്നുണ്ട്. ആണെങ്കിൽ അതാണെന്ന് അവർ പറയുന്നില്ല. ആണെങ്കിൽ നീതി പുലർത്തുന്നുണ്ട്. അവിടെ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കൊലപ്പെടുത്തിയ നരോദ പാർട്ടിയിലാണല്ലോ. നരോദ പാർട്ടി ഉണ്ടായി എന്നുകൂടി പറയണം. നരോദ പാർട്ടി ഉണ്ടായതല്ല ആസൂത്രിതമാണ്, അല്ലാതെ പൊടുന്നതിനെ ഒരു പ്രകോപനം കൊണ്ടുണ്ടായ സംഭവത്തിനെ ഇന്നത്തെ സിനിമ ആണെന്ന് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ ചരിത്രത്തെ വായിക്കില്ല. അവരെങ്ങനെ മനസ്സിലാക്കുക? അവർ മനസ്സിലാക്കുക പിന്നെ ഏകപക്ഷീയമായിട്ട് അവിടുത്തെ മുസ്ലിങ്ങളോട് അവിടുത്തെ ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് ഹിന്ദു ദൈവത്തിന്റെ പേരിലുള്ള ഒരു ബജറംഗി പേരുള്ള ഒരാൾ. ഞാൻ കഥ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അവരെ രക്ഷകരായി നിൽക്കുന്നത് ആരാണ്? അവർക്ക് രക്ഷകരായി നിൽക്കുന്നതും ആരാണ്? IB. അതല്ല, ഇവർക്ക് ഞാൻ കഥ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് വിശദം പറയാം. ഇവർക്ക് രക്ഷകരായി നിൽക്കുന്നതും ഹിന്ദു നാമധാരിയായ ഒരാൾ തന്നെയാണ്. ഈ മുസ്ലിങ്ങളെ രക്ഷകരായി നിൽക്കുന്നതും ഹിന്ദു നാമധാരി ആൾ തന്നെയാണ്. അവരെ കൂടി കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ അതൊന്നും വിഷയമല്ലേ? അതൊന്നും അല്ല അവിടുത്തെ വിഷയം. ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല. ശ്രീത്തെ, കലാപം നടത്തിയ ആൾക്കാർ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കാം. അങ്ങനെ വൃത്തികെട്ട ഒരു പൊളിറ്റിക്സ് അതിനകത്ത് പിന്നെ കോർട്ടിലൂടെ പോയത്, പല രീതിയിൽ ജുഡീഷ്യൽ പോയതാണ്. ശരി, സംഭവിച്ചു. എന്തായാലും ആ കാര്യത്തിലൊന്നും ഇപ്പോഴും നടന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ 270ഓളം ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏകപക്ഷീയമായ കലാപം. ആ കണക്ക് അങ്ങനെയല്ല. താങ്കൾ പറഞ്ഞ കണക്ക് തെറ്റാണ് പൂർണ്ണമായി. ഓക്കെ, ഇത് ഒരു ചരിത്ര സിനിമയല്ല, എനിക്ക് മനസ്സിലായി. ഇതൊരു ചരിത്ര സിനിമയല്ല. പക്ഷെ ഈ ഒരു ചരിത്ര വിഷയം എന്തിനാണ് ഈ നരോദ പാർട്ടി പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ഭയം എന്തിനാണ്? എനിക്ക് നരോദ പാർട്ടി പറയുമ്പോൾ ഒരു ഭയമില്ല. ഉള്ളിൽ എന്നെയാണോ പറഞ്ഞത് എന്ന് പറയുന്നത് ഒരു ഭയം എന്തിനാണ്? ഇതെല്ലാം സത്യമാണ്. അവിടെ പല ഇതെല്ലാം ശ്രീജിത്തിന് തോന്നുന്നുണ്ടോ ഇതെല്ലാം പെട്ടെന്ന് ഉണ്ടായതാണ്? അതൊരു പുതിയ നറേറ്റീവായി നിങ്ങൾ പുതിയ നറേറ്റീവ് ഒന്നും അല്ല ശ്രീജിത്തെ. പോയിന്റ് സാധനം തുടങ്ങുമ്പോൾ കുഴപ്പം എന്താ വെച്ചെന്നറിയോ? അതിന് മുമ്പ് എന്തുകൊണ്ടാണ് അതിന്റെ കാരണം ജനങ്ങൾ ചിന്തിക്കില്ല.
അതാണ് പ്രശ്നം. ശരി, എന്താ സംഭവിച്ചു ശ്രീത്ത്? പക്ഷേ ശ്രീത്ത് ഒരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഇതൊന്നും ഒരു പുതിയ സംഭവമല്ല. അവിടുത്തെ നടന്ന കലാപങ്ങളൊന്നും പെട്ടെന്നുണ്ടായ കലാപം, ഒരു പ്രകോപനം കൊണ്ടുണ്ടായ കലാപങ്ങളൊന്നുമല്ല. ഈ കലാപമെല്ലാം ആസൂത്രിതമായിരുന്നു എന്ന് അവിടെ അന്വേഷിച്ച കമ്മീഷനുകളും ഒക്കെ പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ തെളിവുകളും ഒക്കെ പലതവണ പറഞ്ഞു. ഇതല്ല ഒരു ദിവസം കൊണ്ടുണ്ടായ കലാപമൊന്നുമല്ല. ഗോദ്രയും ആസൂത്രിതമായിരുന്നു. അതാ പറഞ്ഞത്, ഗോദ്ര അടക്കം എല്ലാം ആസൂത്രിതമായിരുന്നു. ഇതെല്ലാം ആസൂത്രിതമായി ചെയ്ത കാര്യങ്ങളാണ്. ഇതെല്ലാം അല്ലാതെ പെട്ടെന്ന് ഗോദ്ര ഉണ്ടായതുകൊണ്ട് അടുത്ത ദിവസം നരേന്ദ്ര പാർട്ടി ഉണ്ടായതൊന്നുമല്ല. ശരി, ശരി. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, നമുക്ക് എന്താണ് താങ്കൾക്ക് ഇത്തരമൊരു വിഷയത്തിൽ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഒക്കെ ഒറ്റ ദിവസം കൊണ്ടാണ് സിനിമയ്ക്ക് കഥ പറഞ്ഞപ്പോൾ അവർക്ക് താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞില്ല എന്നാണ് എതിർക്കുന്നവർ പറയുന്നത്? ഇല്ല, നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും ഈ മതപ്രാന്തര്യം നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ ഈ BJP-ക്കാർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം, നമ്മുടെ ഗാന്ധി വധത്തെക്കാട്ട് വലിയ കുറ്റം ആ തർക്കബന്ധം പൊളിച്ചാണ് കാവേരി മസ്ജിദ് എന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഇപ്പോൾ പണം പിടിക്കേണ്ട ആവശ്യമില്ല. അത് ഓർമ്മയിലൊക്കെ മറിഞ്ഞു പോട്ടെ. ഇപ്പോൾ ഈ നിങ്ങൾ ഗുജറാത്ത് കലാപം, നമ്മൾ ഈ കലാപത്തെ ചർച്ച ചെയ്യുമ്പം ആ ചർച്ച ഗോദ്രയിൽ തുടങ്ങണം. ഇപ്പോ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കളിച്ച അതേ കളി ഇപ്പൊ അടുത്ത 2 കൊല്ലത്തിനപ്പുറം ഹരിയാനയില് ഒരു ആരാധനയിൽ ആക്രമിച്ചിട്ട് ഒരു മതപുരോഹിതനെ കൊന്നു. തലേന്നെന്താ സംഭവം? ഒരു ഘോഷയാത്രക്ക് കല്ലെറിഞ്ഞു. ഇതുപോലെ ആക്രമണങ്ങൾ ആദ്യം എല്ലാവരും ഇതെല്ലാം ആസൂത്രിതമായി ഉണ്ടാക്കുന്ന കലാപങ്ങളാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രകോപനം പെട്ടെന്നുണ്ടായി ആ എല്ലാ കലാപവും അങ്ങനെയാണ് ശ്രീദാസൻ. എല്ലാ കലാപവും ചില കൂത്തുകൾ ചിലടത്തിരുന്ന് ആസൂത്രണം, അല്ലാതെ നമ്മൾ പുറത്ത് കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു സംഭവം കൊണ്ടുണ്ടാകുന്നതല്ല. മനുഷ്യന്മാർ കുറെ പാവങ്ങളുണ്ട്, ജാതി മതങ്ങളാണ് ജീവിക്കുന്ന ആൾക്കാർ. അവർക്ക് ജീവിക്കണം. നിങ്ങൾ ദയവായിട്ട് ഈ നാട്ടിലെ കുട്ടികൾ ജീവിക്കാൻ അനുവദിക്കും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഇതിൽ കുറച്ച് വലിയ കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഒരുപാട് കമൻറ്റുകളുണ്ട്, കുറച്ച് കമൻറ്റുകൾ മാത്രം വായിക്കാം. ലാലേട്ടനെ ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു ഗ്ലാഡിയേറ്റർ. അപ്പോൾ ലാലേട്ടൻ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി മോഹൻലാലിന് വലിയ പ്രയാസമായിരിക്കും. ഒരു സൈഡ് മാത്രം കാണിക്കുന്നത് ശരിയല്ല, ചരിത്രം വളച്ചൊടിക്കലാണെന്നാണ് പറയുന്നത്. 699 എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം പേരില്ലാത്തവരാണല്ലോ. ശരത് ബാബു പറയുന്നു മമ്മൂസിൻ, വേറെ എന്തോ മോശപ്പെട്ട വാക്കുകളൊക്കെയാണ്. ശരത്തെ കുറെ കൂടെ മാന്യമായിട്ടൊക്കെ എഴുതാൻ പഠിക്കുക ശ്രീ ശരത് ബാബു. ആരായാലും ശരത് ബാബു എന്ന പേരിൽ എഴുതുന്ന ആൾ ഇത്രത്തോളം മനസ്സിൽ വിഷം വെച്ചുകൊണ്ട്, ഇത്രത്തോളം മോശപ്പെട്ട അവസ്ഥ വെച്ചുകൊണ്ട് ഇരിക്കരുത്. ഈ ഇവിടെ ഒരു സമൂഹ മാധ്യമത്തിലൊക്കെ വന്ന് കമൻ്റ് ഇടുമ്പോൾ മിനിമം ഒരു അന്തസ്, ഒരു മാന്യതയൊക്കെ വേണം. നിങ്ങൾക്കും സഹോദരനും അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ? അങ്ങനെയുള്ള ആളുകൾ ആ ഒരു മിനിമം മാന്യതയൊക്കെ ആലോചിക്കാൻ ശരത് ബാബു കേൾക്കുന്നുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്കളെ തന്നെയാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു മാന്യതയുള്ള, ഒരു അല്പമെങ്കിലും മാന്യതയുള്ള ഒരു മനുഷ്യനായി താങ്കളെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. ഇത് തന്നെയാണ് ഹമാസ് ടീമുകൾ ചെയ്യുന്നത്. ഒക്ടോബർ 7 പറയാൻ പാടില്ല, ഇസ്രായേൽ ബോംബ് ഇടിയുന്നത് കാണിക്കണം എന്ന് പറയുന്നു ശരത് ബാബു. പിന്നെ അത് തന്നെയാണ്, എന്നിട്ടൊരു സ്മൈലിയൊക്കെ ഇട്ടിരിക്കുന്നു. ഇതേതാണോ ഈ ജന്മം? അവതാരൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ട് അതേപോലെ ജീവിക്കാൻ ശ്രമിക്കുക. കാരണം അദ്ദേഹം സർവ്വസംഘ പരിത്യാഗിയായ സന്യാസിയാണ്. മോഹനൻ ES ആണ് പറയുന്നത്. കളിയാക്കി പറഞ്ഞതാണ് എന്ന് മനസ്സിലായി. താങ്കൾക്ക് കളിയാക്കാനുള്ള അവകാശത്തെ ഞാൻ അംഗീകരിക്കുന്നു. തോമസ് മാത്തൻ, സഖാവെ എന്താണ് റോഡിൽ കുഴിയുണ്ട് സൂക്ഷിക്കുക, എന്നാൽ താൻ പോയി കേസ് കൊടുത്ത് സിനിമയിൽ പരസ്യം കാണിച്ചതിന് CPM പോരാളികൾ തുണി പറിച്ചാടിയവരല്ല, ഇവരാണ് മാന്യന്മാരായത്. ഈ ഒരു സിനിമയ്ക്കെതിരിൽ പല സിനിമയിലും കേരളത്തിൽ അത്തരത്തിലെ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതായത് ഏത് പാർട്ടിക്കാണോ കൊള്ളുന്നത് ആ പാർട്ടിക്കാർ അത്തരം എതിർപ്പുകളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അത് ആര് ചെയ്താലും ഒരു പരിധി വിട്ടാൽ ശരിയല്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ ആ പരിധി എല്ലാം വിട്ട് ഈ പൃഥ്വിരാജ് IS ബന്ധമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോഹൻലാൽ രാജ്യദ്രോഹിയാണ്, പൃഥ്വിരാജ് രാജ്യദ്രോഹിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രാജ്യത്ത് എനിക്കും നിങ്ങൾക്കും ഈ പറയുന്നവർക്കും ഒക്കെയുള്ള അതേ അവകാശം തന്നെയാണ് മോഹൻലാലിനും പൃഥ്വിരാജിനും ഒക്കെ ഉള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് കൂടുതൽ അവകാശമൊന്നുമില്ല ഈ രാജ്യം. അങ്ങനെ ആരുടെയെങ്കിലും ഒരാളുടെ വകയൊന്നുമല്ല ഈ രാജ്യം. എല്ലാവർക്കും തുല്യമായ അവകാശമുള്ളൂ, ഒരാൾക്കും അധികമായ ഒരു അവകാശവുമില്ല. അത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ജിഹാദി അജണ്ട ഇറക്കാൻ നോക്കി അടപടലം, എല്ലാവരും പടം പോയി കാണണം, ലാലേട്ടൻ്റെ പടമാണ് എന്നൊക്കെ പറയും. വീണ്ടും അയാൾ തന്നെയാണ്. അജിസ് ഇത് തന്നെയാണ്. പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന ഒന്നും മറ്റുള്ളവർ ചെയ്യരുതെന്ന് മോഹൻദാസ് പറയുന്നു. ജയകുമാർ, ശ്യാം പറഞ്ഞത് വളരെ ശരിയാണ്. ട്രെയിനിൽ വെള്ളത്തിൽ വീണ് കത്തിയതാണോ കാണിക്കണമെങ്കിൽ മൊത്തം കാണിക്കണം, എന്തിനാണ് ആരെയാണ് പേടിക്കുന്നത്? ജയകുമാറിനുള്ള മറുപടി നേരത്തെ ശ്യാമിന് തന്നെ എന്നോട് തന്നെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ശ്രീ തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ തങ്കച്ചൻ പറഞ്ഞോളൂ. ശ്രീ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശിവജി എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് സംസാരിക്കുന്നത് കിരൺ സാറേ. അതറിയാം.
ആ സംഖ്യയാണ്. പ്രത്യേകം പറഞ്ഞേര് മറ്റേ പുള്ളിയോട്, നമ്മുടെ ദീപുവിനോട്, ഞാൻ സംഖ്യ തന്നെയാണ്. ശരി, അത് അറിയാമല്ലോ, നമുക്ക് അറിയാമല്ലോ ശിവജി സംഖ്യയാണെന്നുള്ള കാര്യത്തിൽ. ഞാൻ പറയുന്നത് ഗോദ്രയിലെ കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഗുജറാത്ത് കലാപവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവന്മാരെ ഞങ്ങൾ തട്ടിയതുവാ. എന്താ ഇപ്പൊ പ്രശ്നം? അല്ല അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് അല്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് പിന്നെ അത്തരം പ്രാകൃത ചിന്താഗതിയുമായി കഴിയുന്നവർക്ക് അങ്ങനെ കഴിയാം. തീവ്രവാദികളെ ഞങ്ങൾ തട്ടും, ഇനിയും തട്ടും. അത് മുസ്ലിം അല്ലേ എവനായാലും ശരി. അല്ല, തീവ്രവാദികൾ ആരാണെന്നൊക്കെ തീരുമാനിക്കുന്നത് താങ്കളാണോ? ഈ ലോകം മുഴുവൻ തീവ്രവാദം ഇല്ലാത്ത, മുസ്ലിം തീവ്രമില്ലാത്ത ഒറ്റ രാജ്യം തനിക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? 500-ൽ പരം രാജ്യങ്ങളുണ്ട് മുസ്ലിം തീവ്രവാദമില്ലാത്ത ഒറ്റ രാജ്യം കിരണ് പറയാൻ പറ്റുമോ? ശ്രീ ശിവജി പറയാൻ പറ്റുമോ? ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇനിയിപ്പോ പൃഥ്വിരാജല്ല, ഭരത് ഗോപിയുടെ മകനല്ല, മോഹൻലാലല്ല, ഏത് അവനെ അഭിനയിച്ചാലും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നോ? ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, ഞങ്ങൾ പറയും. പറയാം, പക്ഷെ വിവരക്കേടാവരുത്. ആളുകൾ ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട്. പൃഥ്വിരാജ് IS ബന്ധം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് ആൾക്കാർ ചിരിക്കാനല്ലേ? സാമാന്യ ബുദ്ധിയൊക്കെ വേണം ഒരു വിമർശനം പറയുമ്പോഴാണ് ആളുകൾ പറയുന്നത്. ഞങ്ങൾ പറയുകയും ചെയ്യും. അതറിയാം, അത് ശിവജി പറയുന്നത് കേൾക്കുമ്പോഴറിയാം. ഹിന്ദുക്കളുടെ അട്ടിപ്പേറായിട്ട് ഞങ്ങൾ ഒരു ഹിന്ദു ഉള്ളത് ആ ഒരു ഹിന്ദുവിന്റെ കാര്യം പറയും. പിന്നെന്താ അതിനെന്താ കുഴപ്പം? സംഖ്യയൊക്കെ എന്താ വല്ല കുറവുണ്ടോ? സംഖ്യ സംസാരിച്ച് ആരെ ചോദിക്കാൻ? ഏത് അന്തംഗമ്മി എവിടെ ഉള്ളത്? ഏത് അന്തംഗമ്മി ദീപു എവിടെ ഉള്ളത്? പോടാ ദീപു, ദീപു നീ നിന്റെ പണി നോക്കാൻ അന്തംഗമ്മി. ശ്രീ ശിവജി, ആളുകൾക്കെതിരെ ഒരു ആരോപണം പറയുമ്പോൾ താങ്കൾക്ക് കാര്യങ്ങൾ പറയാം. അതിന് ദീപു പറയുന്നത്, ദീപു താങ്കൾ തുടക്കത്തിലൊന്നും രാഷ്ട്രീയം പറയില്ലായിരുന്നു, ഇപ്പോഴാണ് ഇപ്പൊ രാഷ്ട്രീയം തുറന്ന് സമ്മതിക്കുന്നത്. ദീപു തുടക്കം മുതൽ തന്നെ ദീപുവിന്റെ രാഷ്ട്രീയം അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് തുറന്ന് പറയുന്ന ആളാണ്. വിമർശനമാണ് ഉന്നയിക്കുന്നത്, അല്ലാതെ താങ്കളെ തെറി വിളിക്കുന്നില്ലല്ലോ. താങ്കൾ അതുപോലെ തന്നെ മാന്യമായി താങ്കൾക്ക് ദീപു പറയുന്നതിന് വിമർശനം ഉണ്ടെങ്കിൽ പറയാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ആരാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുക എന്ന് പറയുന്നത് താങ്കൾ ആദ്യം പറഞ്ഞതുണ്ടല്ലോ, അത് മനുഷ്യർക്ക് പറ്റുന്നതല്ല. ഞങ്ങളാണ് കൊന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യർക്ക് പറ്റിയല്ല. അത് മൃഗങ്ങൾക്കോ മൃഗങ്ങളുടെ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുന്നവർക്കോ മാത്രം പറ്റുന്ന ഒന്നാണത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. ശരി ശ്രീ ശിവജി. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തുനിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമ്മൾ എന്തിനാണ് സാറേ ഈ കാര്യം പറഞ്ഞ് കുറെ ദിവസം കൊണ്ട് ഇപ്പൊ നമ്മൾ തന്നെയാണ് ചർച്ച. ആ പടം എടുത്തത് സംവിധായകൻ ഹിന്ദു, നടന്മാര് ഹിന്ദു, പൃഥ്വിരാജ് ഹിന്ദു, എല്ലാരും ഹിന്ദു. പക്ഷെ ഒരു പടം എടുക്കുന്നത് ഒരു കലാവാസനയാണ്. അതിൽ ഏതെങ്കിലും ഇന്ത്യൻ മഹാരാജ്യത്തെ പല പല പ്രശ്നങ്ങളുണ്ട്. എല്ലാം നടന്ന രാജ്യമാണ് ായാലും ഭീകരരായാലും നല്ല ആരായാലും ഇഷ്ടംപോലുള്ള. അതിലൊരു കഥ എടുത്ത് ഒരു സിനിമ എടുക്കുമ്പോൾ ഈ പേരും പറഞ്ഞ് പൃഥ്വിരാജിനെ ആരെയും ഇങ്ങനെ പറയുകയും ആരെയും മോശമായി സമീപനങ്ങൾ നിർത്തലാക്കുക, അതും ശരിയല്ല. ഈ കലാബോധമുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തില് ഇങ്ങനെ പറഞ്ഞ ശരിയായ സമീപനമല്ല. എനിക്ക് അതിൽ കൂടുതൽ പറയാനില്ല. മാന്യമായി ചിന്തിക്കേണ്ട ഒരു സിനിമയുടെ പേരിലും പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ചർച്ച ചെയ്യണം, മഹാമോശമാണ് എന്റെ പൊന്നു. ശരി, ശ്രീ ഷിജു ആണ്. ശ്രീ ഷിജു, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഹലോ, ഞാനിപ്പം കുറച്ചു മുമ്പ് ഇതിലൊരു കോള് കേട്ടു. നമ്മൾ ശിവജി എന്ന് പറഞ്ഞ ആള് സംഖ്യ എന്ന് പറഞ്ഞത്, ഇതാണ് സംഖ്യകളുടെ പൊതു സ്വഭാവം. ഇപ്പൊ ആ ഒരു കോളർ കാണിച്ച സംഖ്യകളുടെ പൊതു സ്വഭാവമാണ്. അപ്പൊ വളരെ മോശമായിട്ട് സംസാരിക്കും. ഇപ്പൊ നമ്മളൊരു സിനിമയായി കാണാൻ വേണ്ടിയിട്ടില്ല ആദ്യം നോക്കേണ്ടത്. ഇതിനും പിന്നെ എന്താ പറയണ്ടേ, ശരിക്കും നമുക്ക് ഇത് ഗുജറാത്ത് കലാപത്തിന്റെ സൂത്രധാരൻ ആരാണ്, അതിനെ കൊണ്ട് ആർക്കാ ഗുണം ഉണ്ടായത്, അതൊക്കെ നമുക്ക് നാട്ടില് പിന്നെ ഏത് കൊച്ചു കുഞ്ഞോട് ചിലവരെ അറിയാം. അതൊക്കെ ഇത് ആ രീതിയിലേക്ക് നമ്മളെ ഇപ്പൊ തന്നെ പറയും, BJP അല്ലെങ്കിൽ RSS എതിരെ പറയുന്ന ഒരാൾക്കാരെ അടിച്ചൊതുക്കുക എന്നുള്ള സ്വഭാവം ഇന്നലെ ഉണ്ടായതല്ല. അത് പത്രക്കാരായാലും പത്രത്തിനെതിരെ ആയാലും മീഡിയ ഏത് രീതിയിലും ആ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു കാലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോ ഒരു സിനിമയായി കാണുക എന്നതാണ് വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോയിട്ടുണ്ട്. ശ്രീ പീതാംബരനാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒറ്റ ദിവസം കൊണ്ട് പൃഥ്വിരാജിനെയും മോഹൻലാലും ഒക്കെ അവർ രാജ്യദ്രോഹികളും വഞ്ചകരും ഒക്കെ മാറുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെ ആക്ഷേപം പറയുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? അതെ, ഒരു തമാശയാണ് കണ്ടത്. കാരണം ഒരു സിനിമ കാണാൻ നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞൊരു കലയെയാണ് നമ്മൾ കാണുന്നത്. അത് കലയായിട്ട് തന്നെ കാണണം നമ്മൾ. അത് സാമ്പത്തിക കഥാപാത്രങ്ങളായിരിക്കുമല്ല മിക്കതും. ചരിത്ര പ്രധാനമുള്ള കഥാപാത്രങ്ങളെയൊക്കെ അവർ അവതരിപ്പിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പൊ RSSകാരിപ്പോ ഈ പറയുന്നത് കേട്ടാൽ പാവപ്പെട്ട മഹാത്മാഗാന്ധിനെ വെടിവെക്ക് വന്നിട്ടും
ആ കൊടിവെറ്റുന്ന ആളുടെ ഒരു വിഗ്രഹം വെച്ചൊരു അമ്പലം പൂജിച്ച് അമ്പലത്തിൽ കയറി തൊഴുന്ന വ്യക്തികളാണ് ഇത്. അപ്പൊ അവരെ പറ്റി ഇപ്പൊ പുള്ളി സംസ്കാരം ഇല്ലാത്തവരാണെന്ന് അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമയെ കുറിച്ച് ഇത്ര ആരോപണം ഉണ്ടാക്കേണ്ട കാര്യമില്ല. സിനിമ കണ്ടിട്ട് കണ്ടിട്ട് കാണണ്ട, കാണാൻ പോകണ്ട, കാണുന്നവര് കാണട്ടെ, എന്റെ അഭിപ്രായം പറയട്ടെ. അപ്പോഴല്ലേ ഇത് പ്രസക്തി ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിൽ. ഇതെങ്ങനെ വരുമെന്നുള്ള ഈ കലാകാരന്മാരാ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് സാധാരണഗതിയിൽ ഇത്തരം ഒരു വിവാദങ്ങളൊക്കെ ഈ തരത്തിലേക്കൊന്നും പോകുന്ന ഒരു അവസ്ഥയില്ലായിരുന്നു. പക്ഷെ ഇവിടെ തന്നെ ആണ് ആളുകളൊക്കെ എന്നിട്ട് അദ്ദേഹത്തിന് പൃഥ്വിരാജിന് അദ്ദേഹം സിനിമ എടുക്കാൻ വേണ്ടി ഗൾഫിൽ പോയതുകൊണ്ട് ആ സമയത്ത് IS ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം എന്നുവരെയൊക്കെ പറയുന്നു. ഒരു സിനിമ എടുത്തതിൻ്റെ പേരിലാണ് ഇതൊക്കെ പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മളെ പഴയൊരു പാട്ടുണ്ട്, പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണറിയുന്നോളെ. അതില് ഒരു ലൈനുണ്ട്, പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനല്ലോ എന്ന് പറഞ്ഞാൽ പാട്ടുകാരൻ നാളെയുടെ പോലും കാവൽക്കാരനാണെന്നാണ് ആ പാട്ടിനകത്ത് പറയുന്നത്. അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാല്, കലാകാരനാണ് നമ്മുടെ സമൂഹത്തിനെ പരിവർത്തനം ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആള് കലാകാരനും സാഹിത്യകാരന്മാരുമാണ്. അവരെ അധിക്ഷേപിക്കുക എന്നുള്ളത് സംസ്കാരമുള്ള സമൂഹത്തിന് ചേരുന്ന നടപടിയല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചരിത്രം നോക്കിയാല് 70കളിൽ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു നിർമാല്യം. ആ നിർമാല്യത്തില് ഭഗവതിയുടെ ദൈവത്തിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന വെളിച്ചപ്പാടിനെ അഭിനയിച്ചത് PG ആന്റണിയാണ്. ആ സിനിമ ഭക്തിയുള്ളവരും ഭക്തി ഇല്ലാത്തവരും കണ്ടു. PG ആന്റണി എല്ലാവരും അഭിനന്ദിച്ചു. MT വാസുദേവൻ അവാർഡ് കൊടുത്തു. ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള സംവിധാനങ്ങളുടെ അവാർഡെല്ലാം ദേശീയ അവാർഡ് വരെ കിട്ടിയ സിനിമയാണത്. അങ്ങനെ ഒരു സമൂഹമാണ് കേരളത്തിന്റെ സമൂഹം. കേരളത്തിലെ സമൂഹം എല്ലാത്തരം കലകളെയും രണ്ടു കൈ നീട്ടി സ്വീകരിച്ച ഒരു ചരിത്രമുള്ള സമൂഹമാണ് കേരളത്തിൻ്റെത്. ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകാനുള്ള കാരണം അതിലേക്ക് വിഷങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ആ വിഷങ്ങളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്കും പോയി സിനിമ ആസ്വദിക്കാം, എന്നിട്ട് അവർക്ക് സിനിമയെ പറ്റി വിമർശിക്കാം, വിമർശനങ്ങൾ മാധ്യമങ്ങളിലൂടെ പറയാം, എഴുതാം, എന്ത് വേണമെങ്കിൽ അവർക്ക് അതിന് പകരം വേറെ സിനിമ എടുക്കാം. ഇതെല്ലാം ചെയ്യേണ്ടത്. അല്ലാതെ സിനിമ ബഹിഷ്കരിക്കുക, ബഹിഷ്കരിച്ചോട്ടെ, അതിനും കുഴപ്പമില്ല. പക്ഷെ അവരെ ആക്രമിക്കുക, അവരെ ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പറയുക, ഇതൊന്നും സംസ്കാരമുള്ള സമൂഹത്തിൽ ചേരുന്നതല്ല. പിന്നെ സംസ്കാരം ഇല്ലാത്തവരാണ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. അവർ ചെയ്ത് കൂട്ടിയതൊക്കെ നമുക്കറിയാമല്ലോ. രാജ്യം മുഴുവൻ ചെയ്തതും ഗുജറാത്തിൽ സംഭവിച്ചതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ശ്രീ അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയ്കുമാർ, ഈ മോഹൻലാൽ വരെ ഇന്നലെയൊക്കെ തൊട്ട് ഈ എമ്പുരാൻ ഇറങ്ങുന്ന സമയം വരെ ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ പൊതു സ്വീകാരൻ എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഹിന്ദുത്വ അഭിപ്രായമൊക്കെ ഉള്ളവർക്ക് കൂടുതൽ സ്വീകാരനായ അവരുടെ ഒരാൾ എന്നൊക്കെ തരത്തിലേക്കൊക്കെ കൂടി കണ്ടിരുന്ന ഒരാൾ കൂടിയാണ്. പൊടുന്നനെയാണ് അദ്ദേഹം രാജ്യവിരുദ്ധനും വഞ്ചകനുമൊക്കെയായി മാറുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ കിരൺ, ഇത് വ്യത്യസ്തമായ ഒരു നിലപാടാണ്. കാരണം മോഹൻലാൽ വലിയ ഹിന്ദുത്വ അഭിപ്രായമുള്ള ആളായിരുന്നു എന്നൊക്കെ കിരൺ പറയുന്ന അഭിപ്രായം കിരണ്ടേതായിരിക്കാം. എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. പിന്നെ അദ്ദേഹം രാജ്യദ്രോഹപരമായ പ്രവർത്തനം ചെയ്യുന്ന ആളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. മനസ്സിലായില്ലേ? മോഹൻലാൽ ഒരു തികഞ്ഞ ബിസിനസ്മാൻ ആണ്. ഹി നോ ഹൗ ടു സെൽ ഹിസ് പ്രൊഡക്റ്റ്. അത് അദ്ദേഹം വളരെ വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ അങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ രണ്ടാമത്, ഈ സിനിമയെ പറ്റി ഈ സിനിമ എന്ന് മാറ്റി നിർത്തുന്നത് രാജൻ പറഞ്ഞ കഥ എന്ന് പറഞ്ഞ സിനിമ ശ്രീ കിരൺ ഓർമ്മയുണ്ടോ? കിരണിന്റെയൊക്കെ നന്നേ ചെറുപ്പത്തിലായിരിക്കും. മനസ്സിലായില്ലേ? അത് ആ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ ആ സിനിമ കണ്ടതാണ്. അന്നേരം കുറെ വെട്ടിത്തിരിപ്പൊക്കെ വന്നതാണ്. അതൊരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സിനിമ ഒരു 3/4 മണിക്കൂറിനപ്പുറത്തേക്ക് ആ സിനിമ പോയിട്ടില്ല. അത് ഈ കേരളത്തിലായിരുന്നു, നമ്മൾ ഈ പറയുന്ന ഈ പ്രബുദ്ധ കേരളത്തിലായിരുന്നു. ഇനിയും കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും ഒന്ന് മാറ്റിവെക്കാം. ഇന്ത്യൻ ഡിഫൻസിന്റെ ആത്മാഭിമാനമായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു സിനിമ. ആ സിനിമ കേരളത്തിൽ എത്ര തിയേറ്ററിൽ ഓടിയിട്ടുണ്ട്? ഈ പറയുന്ന പ്രമുഖരുടെ ഏതെങ്കിലും തിയേറ്ററിൽ സിനിമ ഓടിയിട്ടുണ്ടോ? സിനിമ സർജിക്കൽ സ്ട്രൈക്ക് അഭിമാനമായതുകൊണ്ട് അഭിമാനമായ സിനിമ, അതിന്റെ പേരിൽ സിനിമ ഓടണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന. ഇനി എനിക്കൊരു ചോദ്യം കൂടെ കിരണിനോടുണ്ട്. അതെനിക്കറിയാം. കിരൺ ഈ മറുപടി തന്നെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. News 18 ഇംഗ്ലീഷ് ചാനലും News 18 മലയാളം ചാനലിനും ദേശീയ താല്പര്യങ്ങളിലും പൊളിറ്റിക്കൽ കാര്യങ്ങളിലും 2
വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണോ അതോ അജയകുമാർ, ഞങ്ങൾക്ക് എല്ലാ ഈ കാര്യത്തിൽ ചാനലിന് ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ശ്രീ അജയകുമാർ, താങ്കൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഏതെങ്കിലും ഒരു വർഗീയവാദ അജണ്ടയുമായി സന്ധി ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിൽക്കാനോ ഞങ്ങൾ തയ്യാറാവില്ല. എല്ലാ ന്യൂസുകളും ന്യൂസ് ചർച്ചകളും എന്ന് ഞാൻ പുറപ്പുറത്ത് ഇത് എവിടെ താങ്കൾ എവിടെ കയറി ഇത് വല്ലതും പറഞ്ഞു? ഏത് അഭിപ്രായം പറയും? ഞങ്ങൾ എന്തിനാ പൊതുവെ ഓപ്പൺ ചെയ്തിടുന്നത്? ന്യൂസ് 18 ഇംഗ്ലീഷിന്റെ ഘടകവിരുദ്ധമാണ് ന്യൂസ് 18 ശ്രീ അജയകുമാർ, താങ്കൾക്കത് ഞാനത് പറയുന്നില്ല. താങ്കൾ അത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഓരോ ശരി, ഓക്കെ, സമ്മതിച്ചു. താങ്കൾ ഞങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടോ ഏതെങ്കിലും ഒരു പ്രത്യേക വർഗീയ ശക്തികളോടോ ഏതെങ്കിലും പ്രത്യേകിച്ച് കൂറോ ഇല്ല എന്ന് മാത്രമല്ല, പൊതുവായി ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ഉറച്ച നിലപാട് തന്നെയാണുള്ളത്. അല്ല, ഒറ്റ ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ തന്നെ ഏത് ഉദാഹരണം? ഇപ്പൊ തന്നെ നമ്മൾ എനിക്ക് മുമ്പ് സംസാരിച്ച ആ സാധാരണ ഞാൻ ഈ ഇതിൽ സംസാരിക്കുന്നവരുടെ പേരെടുത്തൊന്നും പറയാറില്ല. കുറെ ആളുകൾ കാത്തിരിക്കുന്നു, വേഗത്തിൽ പറഞ്ഞാൽ ഉപകാരമായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു RSS എന്താണ് മഹാത്മാഗാന്ധിയെ കൊന്നു. അങ്ങനെ ഒരു സംഭവത്തിന്റെ വസ്തുത അതല്ലെന്നും അത് കോടതി തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും അങ്ങനെ പറയുന്നവരുടെ പേര് നടപടി ഉണ്ടായിട്ടു എന്നുള്ളത് വേണമെങ്കിൽ കിരണൊന്നും തിരുത്താമായിരുന്നത്. അഥവാ RSS എന്നല്ല ഉദ്ദേശിച്ചത്, സംഘപരിവാർ ശക്തി എന്നുള്ള മറ്റോ നാഥുറാം വിനായക ഗോഡ്സെയുടെ വെച്ചിട്ട് ആ തരത്തിലായിരിക്കും. ഇംഗ്ലീഷിൽ ഇത് പറയാൻ അവർ സമ്മതിക്കത്തില്ല. ശരി ശ്രീ അജയകുമാർ, ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇന്നത് പറയരുത് ഇന്നത് പറയണമെന്നൊന്നുമില്ല. പൊതുവായി നിഷ്പക്ഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാൻ, ശ്രീ അജയകുമാറിന്റെ അഭിപ്രായം കേൾക്കാനും അതിന് വിരുദ്ധമായി കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിപ്രായം കേൾക്കാനും കോൺഗ്രസുകാരുടെ അഭിപ്രായം കേൾക്കാനും താങ്കളെ പോലുള്ള ആളുകളുടെ അഭിപ്രായം കേൾക്കാനും എല്ലാം ഞങ്ങൾ ഒരേപോലെ തയ്യാറാണ്. നിങ്ങളുടെയൊക്കെ ആരുടെ അഭിപ്രായം ഞങ്ങൾ കട്ട് ചെയ്യാറില്ല എന്നതുകൂടി. ആര് തെറ്റായി പറഞ്ഞാലും തെറ്റ് കൂടുതൽ ആരും തെറ്റ് പറയുമ്പോൾ അതിനെതിരെ പറയേണ്ടി വരും. ശരി, ഓക്കെ, സമ്മതിച്ചു. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഒമാനിൽ നിന്നും ശ്രീ പ്രവീണാണ്. ശ്രീ പ്രവീൺ, താങ്കൾക്ക് പറയാം. ശ്രീ രാജീവാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? സാർ, എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇതിൽ 17 സീന് കട്ട് ചെയ്ത് മാറ്റണം എന്നല്ലേ പറയുന്നു. അങ്ങനെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 17 സീനുകൾ ഒഴിവാക്കാം. സീനല്ല, 17 സീൻ സിനിമ, 17 ഭാഗങ്ങളിൽ കട്ട്. അത് ചിലത് മ്യൂട്ട് ചെയ്യുന്നു, ചിലടത്ത് ചില നമ്മൾ മനസ്സിലാക്കിയ അനുസരിച്ച് വില്ലന്റെ പേരിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ മാറ്റം വരുത്തുന്നു. അല്ലല്ല, അത് ചെയ്യാതെ ഇതിലിപ്പം പ്രശ്നം ഗോത്ര സംഭവം ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ഒരു വിഷയമാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സംഭവം ഉൾപ്പെടുത്തിയിട്ട് സിനിമ രണ്ടാമത് റീമേക്ക് ചെയ്താൽ മതി. അതെന്തിനാ രാജീവ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതാണല്ലോ പ്രശ്നം. നല്ലായിരിക്കും. ആളുകൾക്ക് ഗൗരവമുള്ള മനുഷ്യരാരും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാറില്ല രാജീവ്. ഇതൊക്കെ ചില ആളുകൾക്ക് എന്നെ കാണുമ്പോൾ മറ്റേ തലയിൽ പൂട തപ്പി നോക്കുക എന്നൊക്കെ പറയുമല്ലോ, അതുപോലെയുള്ള ആളുകൾക്ക് തോന്നുന്ന ചില പ്രശ്നങ്ങളാണ്. എല്ലാ ചൊറിച്ചിലും നിൽക്കുമല്ലോ. നിങ്ങളെ പ്രശ്നങ്ങളും തീർന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങളും. ഇനിയിപ്പോ ഒരു BJPക്ക് ഒരു അല്ലെങ്കിൽ ഒരു RSSകാർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഒരു പ്രശ്നമൊന്നുമല്ല. അതിനകത്ത് ഒരുപാട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ CPM-നെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയാണെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ആരോപണങ്ങളുണ്ട്, കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ മറ്റേ ഹാമർ കൊണ്ട് ഒരുത്തം തലക്കടിച്ചു പോകുന്നു. അത് ഇവന്റെ സിനിമ കണ്ടിട്ടാണ്, ഉണ്ണി മൂന്നിന്റെ സിനിമ കണ്ടിട്ടാന്ന് പറയുന്നു. അപ്പൊ സിനിമ ജനങ്ങളിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് അതിൽ ഗോത്ര സംഭവം കാണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ അത് ആഡ് ചെയ്യാം, മറ്റൊരു കട്ടും ചെയ്യേണ്ട, എല്ലാം കിടക്കട്ടെ, എല്ലാവർക്കും പ്രശ്നമില്ലല്ലോ. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മുണ്ടക്കയത്ത് നിന്നും ശ്രീ രാജനാണ്. ശ്രീ രാജൻ, താങ്കൾക്ക് പറയാം. ശ്രീ രാജൻ കേൾക്കാമോ? ശ്രീ രാജൻ കേൾക്കാമെന്ന് തോന്നുന്നു. എമ്പുരാൻ സിനിമ ഇറങ്ങിയതിന്റെ പേരിൽ മലയാളത്തിലെ മഹാനടന്മാരായ മോഹൻലാലിനെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിനെതിരെയെല്ലാം അതിരൂക്ഷമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് നടക്കുന്നത്. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിലടക്കം കടുത്ത വിമർശനം ഉയരുന്നു. മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് പദവി തിരിച്ചെടുക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. പൃഥ്വിരാജിന് IS ബന്ധമുണ്ട്, അത് പരിശോധിക്കണം എന്നുവരെ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. ശ്രീ ദയാനന്ദനാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ ദയാനന്ദൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. പറഞ്ഞോളൂ ശ്രീ ദയാനന്ദൻ, പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾ എഴുതി കാണിക്കുന്നതനുസരിച്ച് എമ്പുരാനെ ആര് പേടിക്കുന്നു അങ്ങനെ കണ്ടില്ലേ അല്ലേ? അതെ. അപ്പം കിരൺ, ഈ എന്തെങ്കിലും ചരിത്രമായിട്ട് ബന്ധമുള്ള ഒരു സിനിമ ഇറങ്ങുമ്പോൾ, ചരിത്രമായ ബന്ധമുള്ള സിനിമയൊന്നും അല്ലത്, അതിനകത്ത് ചരിത്രമായിട്ട് അല്ലയോ? ആ ഗോദ്ര റിയാട്ട് നടന്നതല്ലയോ? ഗോദ്ര നടന്നതാണ്, നടന്നില്ലയോ? ഗോദ്ര തീവപ്പും നരേന്ദ്ര പാട്ടിയും എല്ലാം നടന്നതാണ്. പക്ഷെ ആ സിനിമയ്ക്കകത്ത് അതാണ് എന്നൊന്നും പറയുന്നില്ല. ഗോദ്രയിലെ 11 പേരെ തൂക്കാൻ വിധിച്ചിട്ട് സുപ്രീം കോടതി അത് ഇളവാക്കി ജീവപര്യന്തം അവിടെ കിടപ്പുണ്ട്.
അറിയാമോ? അതാണെന്ന് ആ സിനിമയിൽ എവിടെയും പറയുന്നില്ല. ആ സിനിമയെ പറയുന്നില്ല, അത് തീ കത്തിന്നല്ലേ പറയുന്നേ. ആക്ച്വലി ബാക്കിയെല്ലാം പറയുന്നുണ്ടല്ലോ. ബാക്കിയും പറയുന്നില്ല. അത് ഗുജറാത്ത് കലാപമാണെന്ന് അതിനകത്ത് എവിടെയും പറയുന്നില്ല, ഔദ്യോഗികമായി പറയുന്നില്ല. നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ്. പറയണ്ട, ബാക്കി കാണുന്നവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ പറഞ്ഞാൽ മതിയല്ലോ. ഗോത്ര ഒരു സംഭവം ഉണ്ട് അവിടെ. അതിനകത്ത് എവിടെയും അങ്ങനെ ഒരു വാക്കോ ഇതൊന്നും ഉപയോഗിക്കുന്നതേ ഇല്ല കേട്ടോ. അതുകൊണ്ട് കാണിച്ചാ പോരെ. നിങ്ങൾ വാക്കൊന്നും പറയണ്ട, കൈവൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അറിയാം ടാറ്റയാണെന്ന്. അങ്ങനെ കാണിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഓക്കെ. അപ്പൊ ഇപ്പൊ മോഹൻലാലിനെ പറ്റി ഒന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. പിന്നെ എന്തുവാ മുരളി ഗോപി പൃഥ്വിരാജിന് ഇച്ചിരി കൂടുതൽ സാരമില്ല. പക്ഷെ അങ്ങനെ ഇവർ വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ ഒരു സാധനം കാണിക്കുമ്പോൾ അതിൽ കുറച്ചൊരു സത്യമായിട്ട് വേണം പോകണമെന്നില്ല. ആൾക്കാർക്ക് ഇത് അവർ സത്യസന്ധമായിട്ടാണ് നരോദ പാട്ടിയ, താങ്കൾ ഉദ്ദേശിച്ച തരത്തിലാണ് നരോദ പാട്ടിയ കൂട്ടക്കൊലയാണ് കാണിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. ആ തരത്തിലേക്കാണ് സിനിമ. എനിക്ക് തോന്നി അങ്ങനെയാണ്. ട്രെയിൻ കത്തുന്ന കാണിച്ചിട്ടില്ലേ? ട്രെയിൻ കാര് കത്തുന്ന, ഒരു ട്രെയിൻ കത്തുന്നതിനെ കുറിച്ച് ഒരു പടം വന്നു പോകുന്ന, പത്രവാർത്ത വന്നു പോകുന്ന അല്ലാതെ മറ്റൊന്നും കാണിക്കുന്നില്ല. അത് മതിയല്ലോ. താങ്കൾ പറഞ്ഞില്ലേ 57-58 സബർമതി എക്സ്പ്രസില് തീ കത്തിയിട്ട് 57-58 കർഷകരാണ് മരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് കമ്മീഷൻ സുപ്രീം കോടതിന്റെ നരോദ പാട്ടീൽ എത്ര പേരെ മരിച്ചത് നടത്തിയിട്ടാണ് പിന്നെ കേസ് വന്നിരിക്കുന്നത്. ശ്രീ ദയാനന്ദ്, നരോദ പാട്ടീൽ എത്ര പേരെ മരിച്ചേ? അത് പോട്ടെ, നമുക്കിപ്പോ പോട്ടെ, കൂടുതൽ ആളുകൾ മരിച്ചതാണ്. അതെല്ലാം മറന്നു പോകുന്ന കാര്യങ്ങൾ ഇതാണ്. നരോദ പാട്ടിയാണ് ആ സിനിമയ്ക്കകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല, ഇപ്പോഴും കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. അതിനുശേഷമല്ലേ ഈ സംഭവത്തിന് റിയാക്ഷൻ അല്ലേ? റിയാക്ഷൻ ഒന്നും അല്ല, ഇതെല്ലാം ആസൂത്രിതമായിരുന്നു. റിയാക്ഷൻ ഒന്നും അല്ല ദയാനന്ദ്, ഇതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സാധനങ്ങൾ, അല്ലാതെ റിയാക്ഷൻ ലെഫ്റ്റ് ഐ ഒന്ന് മാറ്റി വെക്കും, റൈറ്റ് ഐ കൊണ്ട്. അല്ലെങ്കിൽ ഇത് ലെഫ്റ്റ് ഐ റൈറ്റ് ഐ ഒന്നുമല്ല. ഇന്ത്യയിൽ എത്രയോ കമ്മീഷനുകൾ അന്വേഷിച്ച്, എത്രയോ മാധ്യമങ്ങൾ വിശദമായ പരിശോധനകൾ നടത്തി. കാരവന്റെ ഒക്കെ തെഹൽക്കയുടെ ഏറ്റവും അവസാനത്തെ വളരെ വിശദമായ ഇന്റർവ്യൂ അടക്കം വന്നിട്ടുണ്ട്. ആ ഇന്റർവ്യൂലൊക്കെ ഈ പറയുന്ന പലരും ഓരോരുത്തരെ വിളിച്ച് രണ്ടുപേരും ഞാൻ ഓരോരുത്തരല്ല ചെയ്തത്, ശ്രീ ദയാനന്ദ് ഓരോരുത്തർ ഇന്റർവ്യൂ ഒന്നുമല്ല. അങ്ങനെ ഒരുപാട് ഈ കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. എല്ലാവരും നല്ല ഉള്ളതാണ്. അതുപോട്ടെ, ശരി, അപ്പൊ ശരി, നമുക്ക് അവർക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കാം. ചെയ്യുന്നവർക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കാം. സിനിമ കാണിച്ചോട്ടെ, കാണിക്കണം. ഇതല്ലേ നമ്മുടെ പ്രശ്നം. അത് തന്നെയാണ് വിഷയം. ശരി. അപ്പൊ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. TP-51 ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പുഴ മുതൽ പുഴ വരെ ഇങ്ങനെ 2-3 സിനിമ കേരളത്തില് ഈ സിനിമയ്ക്കകത്ത് ആരെങ്കിലും വന്ന് സിനിമ എടുത്തതിന്റെ പേരിൽ മുരളി ഗോപിയെ നാളെ രാജ്യദ്രോഹിയാണ് തിയേറ്ററിൽ സിനിമ മാറ്റിയിട്ടുണ്ടല്ലോ. എവിടെ മാറ്റി? കേരള തിയേറ്റർ കൊടുക്കില്ല. ഇതൊക്കെ ഏതെങ്കിലും തിയേറ്റർ മുതലാളി കേരളത്തിൽ ഏതെങ്കിലും തിയേറ്റർ മുതലാളി തിയേറ്റർ കൊടുക്കാതിരിക്കും. ആ സിനിമയ്ക്കെതിരെ ഒന്നും ഈ തരത്തിലേക്കുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല. അത് അംഗീകരിക്കുക, എന്നിട്ടാണ് റെമഡി. അല്ലാതെ ഒരു കാലം മടക്കി വെച്ചിട്ട് ശരി ശ്രീ ദയാനന്ദ്, ഇത് കാല് മടക്കുന്ന കേസൊന്നുമല്ല. ശ്രീ ഒമാനിൽ നിന്ന് ശ്രീ പ്രവീണാണ്. ശ്രീ പ്രവീൺ, താങ്കൾ മുമ്പ് സംസാരിക്കാൻ കിട്ടിയില്ല, പറഞ്ഞോളൂ. ഓക്കെ, നമസ്കാരം. ഞാൻ ന്യൂസ് കേരളത്തിന്റെ എല്ലാ പ്രേക്ഷകരോടും പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വിളിച്ചത്. പറഞ്ഞോളൂ. ഹലോ ശ്രീ പ്രവീൺ, പറഞ്ഞോളൂ, കേൾക്കാം. വേഗം വേണം, നമുക്ക് സമയം തീരാൻ. ഓക്കെ, ഇപ്പൊ കണക്ട് ആയി, കാണുന്നുണ്ട്. പറഞ്ഞോളൂ. എന്റെ പേര് പ്രവീൺ എന്നാണ്. എന്റെ നാട് നാട്ടകം, കോട്ടയത്ത് നാട്ടകം എന്ന് പറയുന്ന സ്ഥലത്താണ്. ശ്രീ പ്രവീൺ, താങ്കൾ ആ TV മ്യൂട്ട് ചെയ്തിട്ട് വേഗത്തിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടി വരും. ഓക്കെ. നമ്മള് ഫിലിം പടം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആരെയും വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല. പടം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പോയി കാണുക, ആസ്വദിക്കുക. അതിനകത്ത് ഇങ്ങനെ മതം പറയുക, അല്ലെങ്കിൽ ഞാന് 12-13 വർഷമായി പ്രവാസം നടന്നിട്ട് ഇവിടെ. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നതുകൊണ്ടാണ്. എന്തായാലും തീവ്രമായ തരത്തിലേക്കാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായത്. വളരെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഉണ്ടായ പ്രതികരണങ്ങൾ. ചിലതെങ്കിലും അതിന് കടന്നുപോയി എന്നതുകൂടി നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ചില ഘട്ടത്തിലൊക്കെ ചില ആളുകളൊക്കെ ചില കാര്യങ്ങളെ കാണുന്നത് മതപരമായിട്ട് ബന്ധമുണ്ട്, സ്വന്തം മതത്തിൻ്റെ എന്തോ കാര്യമായിട്ടൊക്കെ തരത്തിലൊക്കെ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ പൊതു മലയാളികളുടെ ഒരു രീതി അങ്ങനെയൊന്നുമല്ല. മതത്തിൻ്റെ കാര്യമായാലും രാഷ്ട്രീയത്തിൻ്റെ കാര്യമായാലും എല്ലാം
നമ്മളായി നിന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയണം. അത്ര ഒരു ക്വാളിറ്റി കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളെപ്പോഴും മറ്റ് പലരേക്കാളും ഉയർന്നു നിൽക്കുന്നവരാണ്, സാംസ്കാരികമായിട്ടാലും മറ്റേത് മേഖലയിലായാലും ഒക്കെ ഉയർന്നു നിൽക്കുന്നവരാണെന്ന് പറയുന്നത്. അത്തരത്തിൽ ചിന്തിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് കേരളത്തിലെ ആളുകൾ ലോകത്താകമാനം പ്രവാസ ജീവിതം നയിക്കുകയും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോയി അവർ വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും കേരളത്തിന് ഇത്തരം അവമാനകരമായ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇനിയും കേരളത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കൂടി കഴിയട്ടെ എന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.